I welcome everyone. I welcome everyone to my level 2 communicative English to the fluency skill. Communication to fluency skill. നമ്മൾ ഇന്ന് പഠിക്കുന്നത് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും അനിവാര്യമായ തലങ്ങൾ. ഒരുപാട് ആളുകൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ മോസ്റ്റ് വൈറ്റൽ ടൈം എന്നോടൊപ്പം ചെലവഴിക്കുന്നത്. അഥവാ എന്നോടൊപ്പം ഇപ്പൊ കൂടിയിരിക്കുന്ന 17ഓളം പേരുണ്ട്. ഞാനടക്കം 17 പേരുണ്ട്. നിങ്ങൾ 16 പേരും അഥവാ ഇവിടെ നിന്നും എന്തെങ്കിലും വൈറ്റൽ ആയിരിക്കുന്ന, മോസ്റ്റ് യൂസ്ഫുൾ ആയിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ പോയിന്റ് കളക്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്റെ മുൻപിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ആദ്യം തന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. എല്ലാവരെയും ഞാൻ ഹാർദവുമായി ഈ രണ്ടാമത്തെ ലെവലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതിന്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ ആണ് ഇന്ന് ഞാൻ തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ശ്രദ്ധാപൂർവം ഇരിക്കണം. നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങൾ അവസാനം ചോദിക്കാം. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലൂടെയോ അൺമ്യൂട്ട് ചെയ്തോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം അവസാനം. ഇപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കുക. കാരണം നമ്മൾ പറയുന്നത് കഴിഞ്ഞ 10-15 വർഷമായി ഈ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയി പോകുന്ന ഒരു ട്രെയിനർ എന്ന് ഞാൻ സ്വയം പറയുകയാണ്. നിങ്ങളോട് അഭിമാനത്തോടു കൂടി പറയുകയാണ്. കൊച്ചിയിൽ എൻ്റെ ഒരു ഓഫ്ലൈൻ ട്രെയിനിങ് സെന്റർ ഉണ്ട്. അതിൽ ഏത് വിദ്യാഭ്യാസം കുറഞ്ഞവരെയും വെറും 10 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആക്കുന്ന ഒരു സെന്ററാണ് അത്. വന്ന് അന്വേഷിച്ചാൽ അറിയാം. വെറുതെ നിങ്ങൾ ഒരു ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചാൽ മതി. 10 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആക്കുന്ന വ്യക്തിയുടെ പേര് ചോദിച്ചാൽ അവർ പറയും സക്കീർ ഹുസൈൻ എന്ന് പറയും. അതെങ്ങനെയാണ് ഇത് സാധ്യമാക്കുന്നത് എന്നതിന്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ വരാത്തവർക്ക് വേണ്ടി അതിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തരാം, വരാതിരുന്നവർക്ക് വേണ്ടി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് അന്ന് ഡിസ്കസ് ചെയ്തത്. ഞാൻ അതിന്റെ PPT നിങ്ങളെ പെട്ടെന്ന് കാണിച്ചു തരാം. അതിന്റെ നട്ട്ഷെൽ മാത്രം പറയാം, അതിന്റെ രത്ന ചുരുക്കം മാത്രം ഞാൻ പറയാം. നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമതായി, ഏതൊരു വ്യക്തിക്കും ഈ ഫ്ലുവൻസി സാധ്യമാകുന്നത് നമ്മുടെ സാധാരണ ഗ്രാമർ റൂൾസ് പഠിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ഫ്ലുവൻസി സാധ്യമാവുകയില്ല. പോയിന്റ് 1, നോട്ട് ദ ഗ്രാമർ. Remember, my dear friends, not the grammar alone. Practice, which makes you permanent, which makes you fluent. നിങ്ങളെ എന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികളെ കൊണ്ട് പൊട്ടത്തരം പറയിപ്പിക്കുകയാണ്. അപ്പൊ അവർക്ക് പൊട്ടത്തരം പറയൂ, നിങ്ങൾ മണ്ടത്തരം വിളിച്ചു പറയൂ എന്ന് പറഞ്ഞിട്ട് ആ പൊട്ടത്തരത്തെ ഞാൻ ഇൻഡിവിജ്വലി കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് പറയും എന്തും വിളിച്ചു പറയാ. മനസ്സിലാവില്ലേ? ഇത് ചില കുട്ടികളിൽ അത് സാധ്യമാകുന്നില്ല, അത് ചില വ്യക്തികളിൽ അത് സാധ്യമാകുന്നില്ല. അതെന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന് ഉത്തരം കിടക്കുന്നത് ഇവിടെയല്ല. ഉത്തരം കിടക്കുന്നത് ലിംഗ്വിസ്റ്റിക്സിലല്ല. ഉത്തരം കിടക്കുന്നത് അതിന്റെ സൈക്കോളജിയിലാണ്, മനഃശാസ്ത്രത്തിലാണ്. അതുകൊണ്ട് മനഃശാസ്ത്രത്തിൽ നമ്മളെ സ്വാധീനിച്ച പ്രശസ്തമായ ഒരു പുസ്തകം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു. എന്താണ്? മൈൻഡ് വാരിയർ. ദീപാ മുഖർജിയുടെ അഥവാ ദിബങ്കർ ബുഖാൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മൈൻഡ് വാരിയർ എന്ന പുസ്തകം എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു പുസ്തകമാണ്. മൈൻഡ് വാരിയർ എന്ന പുസ്തകത്തിലും രണ്ടാമത്തെ ഒരു പുസ്തകം ഇതിലാണ് അതിന്റെ റിസർച്ച് കിടക്കുന്നത്. NLP ഇഫക്റ്റീവ് NLP സ്കിൽസ് എന്ന പുസ്തകം. ഈ 2 പുസ്തകമാണ് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ആ പുസ്തകങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റാണ് ഞാൻ അപ്ലൈ ചെയ്തത്. നിങ്ങളുമായി ഞാൻ അത് ഷെയർ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ? നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടല്ലോ? യെസ് ഓർ നോ? പ്ലീസ് കം ടു ദ ചാറ്റ് ബോക്സ്. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ട് എന്ന്. അഥവാ ഐഫോൺ എന്ന് എഴുതിയ ആ സർ മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. രേഖ പ്രമോദ് എന്ന മേഡം അഥവാ ഓൺ ചെയ്തിട്ടില്ല, വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത് ഒരേ ഒരു സർ മാത്രമാണ്. അദ്ദേഹത്തിന് ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഓപ്പൺ ആയിട്ടിരുന്നല്ലോ. എനിക്ക് അദ്ദേഹമുണ്ടല്ലോ, അദ്ദേഹത്തെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് സന്തോഷം. ബാക്കിയുള്ളവർ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്നുകിൽ വൈ എന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു തമ്പോ ഒരു ലൈക്കോ എന്തെങ്കിലുമായി നിങ്ങൾ എന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ഉണ്ട്, എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിയും. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം വീണ്ടും അതിലേക്ക് പോകുന്നത് മോസ്റ്റ് റെലവന്റ് ഫാക്ടർ. നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മോസ്റ്റ് റെലവന്റ് ഫാക്ടർ വീണ്ടും പറയുന്നു. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്
ചില വ്യക്തികളിൽ എന്തുകൊണ്ട് അത് സാധ്യമാകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കിടക്കുന്നത് മനഃശാസ്ത്രത്തിലാണ്. കാരണം നമ്മുടെ വിശ്വാസമാണ് നമ്മളെ സമ്മതിക്കുന്നില്ല. കാരണം നിങ്ങളുടെ പാസ്റ്റ് തോട്ട്സ്, നിങ്ങളുടെ മുൻപ് പഠിച്ച ചില ആവശ്യമില്ലാത്ത ചിന്തകൾ നിങ്ങളെ കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നില്ല. എന്താണ്? നിങ്ങളുടെ പഴയ തോട്ട്സുകൾ, നിങ്ങളുടെ പഴഞ്ചൻ ചില ചിന്തകൾ നിങ്ങളെ കൊണ്ട് ഒരു വിശ്വാസപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ല. ന്യൂറോ സയൻസ്, NLP എന്ന ന്യൂറോ സയൻസ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന ന്യൂറോ സയൻസ് വളരെ കൃത്യമായി അതിന് ഉത്തരം നൽകുന്നുണ്ട്. ആ ഉത്തരമാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഒന്നാമത്തെ കാരണം? എന്താണ് ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒന്നാമത്തെ കാരണം? നിങ്ങളുടെ ഹാബിറ്റ്സ് ആണ്, നിങ്ങളുടെ സ്വഭാവശീലമാണ്. നമ്മുടെ സ്വഭാവശീലം നമ്മളെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കുന്നതിൽ നിന്നും അകറ്റി നിൽക്കുന്നു. നമ്പർ 1 ഹാബിറ്റ്സ്. നമ്പർ 2 നമ്മുടെ വിശ്വാസമാണ്, ബിലീഫ് സിസ്റ്റം. നമ്മുടെ വിശ്വാസം നമ്മോട് പറയുന്നു, വിശ്വാസം പറയുന്നു എനിക്ക് പറ്റില്ല, എനിക്ക് കഴിയത്തില്ല, ഞാൻ പറഞ്ഞാൽ തെറ്റും, അപ്പൊ ആൾക്കാർ എന്ത് വിചാരിക്കും, ആൾക്കാരുടെ മുമ്പിൽ ഞാൻ തെറ്റുപറ്റിയാൽ അവരെന്നെ കളിയാക്കും കളിയാക്കും കളിയാക്കും, അതുകൊണ്ട് ഞാൻ സംസാരിക്കത്തില്ല. മൈ ഡിയർ ഫ്രണ്ട്സ്, അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ഇന്ന്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തില്ല. അതിനുശേഷം നമ്മൾ കുറച്ച് ഡ്രിൽസുകളിലൂടെ അവരെ ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് സംസാരിക്കുവാൻ 20 വാക്കുകൾ മാത്രം മതി ആദ്യ ലെവലിൽ ഒരു വ്യക്തിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ. ഐ റിപ്പീറ്റ്, my dear friends, only 20 words are essential for a man, for an average man to be fluent in English. I assure you the fact that which has been proven. ഇത് പ്രൂവൺ ചെയ്ത ഫാക്ടറാണ്. അതായത് ഒരു സാധാരണ വ്യക്തിക്ക്, നിങ്ങളെ പോലുള്ള എഡ്യൂക്കേറ്റഡ് ആയ നമ്മളെ പോലുള്ള സാധാരണ വ്യക്തിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ, ആദ്യ ലെവലിൽ സംസാരിക്കുവാൻ, ഒന്നാമത്തെ ലെവലിൽ സംസാരിക്കുവാൻ വളരെ പ്രധാനപ്പെട്ട 20 വാക്കുകൾ മാത്രം അനിവാര്യമാണ്. വെറും 20 വാക്കുകൾ കൊണ്ടാണ് നമ്മുടെ സംസാരം തുടങ്ങേണ്ടത്. അതിൽ ഞാൻ അവരെ 6 വാക്കുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. ബാക്കി 14 വാക്കുകൾ നമുക്കിന്ന്, അഥവാ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്കിന്ന് പഠിക്കാം. ബാക്കി 14 വാക്കുകൾ ഇന്ന് പഠിക്കാം. അപ്പൊ നാം ഇന്നത്തെ അഥവാ രണ്ടാമത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ 20 വാക്കുകൾ നിന്നും 14 വാക്കുകൾ നമ്മൾ ഇന്ന് പഠിക്കും. രണ്ടാമതായി നാം ഇന്ന് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഈസിയസ്റ്റ് ആകാം എന്നാണ് ഇന്നത്തെ രണ്ടാമത്തെ നമ്മുടെ വിഷയം. എങ്ങനെ കമ്മ്യൂണിക്കേഷൻ അഥവാ ഫ്ലുവൻസി എങ്ങനെ ഈസിയസ്റ്റ് ആയിട്ട് സംഭവിക്കാം. ഇത് പല ആളുകളും, നിങ്ങൾ ഒരു പക്ഷേ പല വേദികളിലും പല ട്രെയിനേഴ്സിന്റെ ക്ലാസ്സുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകാം. അവരുടെ സമീപനങ്ങളൊക്കെ വ്യത്യാസമാണ്. എല്ലാവരുടെയും സമീപനം വ്യത്യാസമാണ്. പക്ഷേ നമ്മുടെ സമീപനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളത് പ്രൂവൺ ആണ്. കാരണം 15 years 15 വർഷമായി ഈ മേഖലയിൽ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. കൊച്ചിയിൽ എന്താണ് പ്രൂവൺ ആണ്. വെറും 10 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഓഫ്ലൈനിൽ 50 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്ര വിദ്യാഭ്യാസമില്ലാത്തവരെയും, ഒരു പ്രത്യേകതയുണ്ട്, മലയാളം എഴുതുവാനും വായിക്കാനും അറിഞ്ഞാൽ മതി. എന്റെ വാച്ച് വേർഡ് തന്നെ അതാണ്. അതായത് എത്ര വിദ്യാഭ്യാസം കുറഞ്ഞവർക്കും പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കാം. മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞാൽ മതി. അവരെ ഞാൻ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആക്കിയിരിക്കും വെറും 50 മണിക്കൂർ കൊണ്ട്. ഇത് പ്രൂവൺ ഫാക്ടറാണ്. ഒരു ബാച്ചിനെ അല്ല അങ്ങനെ ചെയ്തത്. ഒരുപാട് ബാച്ചുകളെ, ഒരുപാട് വിദ്യാർത്ഥികളെ ചെയ്ത അനുഭവമാണ് ഈ ഓൺലൈനിലേക്ക്, വിംബിളിന്റെ അണ്ടറിലുള്ള ഈ ഓൺലൈനിലേക്ക് എന്നെ എത്തിച്ചത്. അദ്ദേഹം അത് മനസ്സിലാക്കുകയും അങ്ങനെ അദ്ദേഹം നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തതാണ്. ഈ വേദിയിൽ തന്നെ, ഈ വിംബിളിന്റെ അണ്ടറിൽ തന്നെ ഓൺലൈനിൽ എന്റെ 2-3 ബാച്ചുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ 2-3 ബാച്ചുകൾ കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിഞ്ഞവരെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. അഥവാ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് അവസാനത്തെ നമ്മുടെ ഒരു ഫ്രീ വെബിനാർ കൂടി നമുക്കുണ്ട്, 3ാമത്തെ ലെവൽ. ആ വെബിനാറിൽ അവരെല്ലാം കൊണ്ടുവന്ന് അവരുടെ ഫീഡ്ബാക്ക് നിങ്ങളെ കൊണ്ട് ഓപ്പൺ ആയിട്ട് പറയിപ്പിക്കാം. ഇതൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ കരുതരുത് കേട്ടോ. ഇത് കാരണം അവരുടെ നാച്ചുറൽ ഒപ്പീനിയൻ, അവർക്കുണ്ടായ എക്സ്പീരിയൻസ് അവർ നിങ്ങളോട് ഷെയർ ചെയ്യും. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇനി അധികം സമയം കളയുന്നില്ല. നമ്മളെ 2ാമത്തെ ലെവലിലേക്ക് ഞാൻ പോകുന്നു. ഞാൻ എന്റെ PPT നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. എന്റെ PPT നിങ്ങളുമായിട്ട് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം പ്ലീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ആ 6 വാക്കുകൾ ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത 6 വാക്കുകൾ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്താണ്, പക്ഷേ ഇല്ലാതിരുന്ന കുറച്ച് പേർ ഉള്ളത് കൊണ്ട് ഞാൻ വീണ്ടും അവർക്ക് വേണ്ടി
ആ 6 വാക്കുകൾ ഒന്നുകൂടി പരിചയപ്പെടുത്താം. ശ്രദ്ധിക്കണം, വളരെ ഇത്തിരി ഒന്ന് സ്പീഡിൽ പോകണം, എന്നാലേ നമ്മുടെ ഇന്നത്തെ മൊഡ്യൂൾ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ നമുക്ക് വേണ്ടത് 20 വാക്കുകളാണ്. ഒന്നാമത്തെ ലെവൽ 1 നമുക്ക് വേണ്ടത് ജസ്റ്റ് 20 വേർഡ്സ്. ആ 20 വാക്കുകൾ ഏതെല്ലാമാണ് എന്നാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു കഴിഞ്ഞു. ഒന്ന്, നിങ്ങൾക്കറിയാവുന്നത് പോലെ മലയാളത്തിൽ ആണ് എന്ന് കേൾക്കുമ്പോൾ ആം ഈസ് ആർ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. ആം ഈസ് ആർ. 2, ആയിരുന്നു എന്ന് പറയുമ്പോൾ വാസ് വേർ നിങ്ങളുടെ മനസ്സിലേക്ക്. ഇത് അറിയില്ലാത്തവരെല്ലാം സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ എഴുതിയെടുക്കുക. നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ ഒന്നുകൂടി സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ നിങ്ങളുടെ മെമ്മറിയിലേക്ക് കയറും. നിങ്ങളുടെ ഫ്ലാഷ് മെമ്മറി അത് ഒന്നുകൂടി ആവർത്തിച്ചാൽ അത് ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് കയറും. ഒരു 2-3 പ്രാവശ്യം കൂടി ആവർത്തിച്ചാൽ അത് ലോങ് ടൈം മെമ്മറിയിലേക്ക് കയറും. പിന്നെ ഒരിക്കലും നിങ്ങൾ അത് മറക്കത്തില്ല. നോക്കൂ, ആകും എന്ന് പറയാൻ ഇംഗ്ലീഷിൽ വിൽ ബി മാത്രമേ ഉള്ളൂ. ആകും, കണ്ട, ആകും. ഇനി ആകാൻ പറ്റും എന്ന് പറയാൻ ഇംഗ്ലീഷിൽ ക്യാൻ ബി, കണ്ട, ആകാൻ പറ്റും, ക്യാൻ ബി. ആകണം എന്ന് പറയാൻ ഷുഡ് ബി, ആകണം എന്ന് പറയാൻ ഷുഡ് ബി. ആകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല എന്ന് പറയാൻ ഷുഡ് ഹാവ് ബീൻ, ഷുഡ് ഹാവ് ബീൻ. ഇതാണ് ഇംഗ്ലീഷുകാർ അവരുടെ മാതൃഭാഷയിൽ ഉപയോഗിക്കുന്ന 20 വാക്കുകളിൽ ആദ്യത്തെ 6 വാക്കുകൾ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതൊരു എക്സാമ്പിളിലൂടെയാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. എക്സാമ്പിൾ പെട്ടെന്നൊന്ന് വായിക്കാം. ഇതാണ്, അതായത് അവൻ എന്റെ സഹോദരനാണ് എന്ന് മലയാളം കേൾക്കുമ്പോൾ ഹി ഈസ് മൈ ബ്രദർ എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. ഹി ഈസ് മൈ ബ്രദർ. കണ്ടോ? അവൾ ഇന്നലെ വീട്ടിലായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഷീ വാസ് അറ്റ് ഹോം യെസ്റ്റർഡേ. കണ്ടോ? ഷീ വാസ് അറ്റ് ഹോം യെസ്റ്റർഡേ, വാസ്. ഇനി അവൻ ഒരു ഡോക്ടർ ആകും എന്ന് കേൾക്കുമ്പോൾ ഹി വിൽ ബി എ ഡോക്ടർ. കണ്ട, വിൽ ബി, ഹി വിൽ ബി എ ഡോക്ടർ. ഇനി നന്നായി പഠിച്ചാൽ നീ വിജയിയാകാൻ പറ്റും. ഇഫ് യു സ്റ്റഡി വെൽ, ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ, ഇഫ് യു സ്റ്റഡി വെൽ യു ക്യാൻ ബി സക്സസ്ഫുൾ. കണ്ട, ക്യാൻ ബി, യു ക്യാൻ ബി സക്സസ്ഫുൾ, ആകാൻ പറ്റും. നീ നല്ല മനുഷ്യനാകണം. യു ഷുഡ് ബി എ ഗുഡ് പേഴ്സൺ, ഷുഡ് ബി. അടുത്തത്, അവൻ നേതാവാകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല, ആകേണ്ടതായിരുന്നു പക്ഷേ ആയില്ല. അതിന്റെ ഇംഗ്ലീഷ് he should have been a leader, should have been. ഇതിനെ എക്സാംപ്ലിഫൈ ചെയ്തുകൊണ്ടാണ് നിങ്ങളെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്നത്. അത് വേറൊരു ടെക്നിക്സിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അങ്ങനെയാണ് ഫസ്റ്റ് ലെവൽ ആരംഭിക്കുന്നത്. ഇന്ന് നമ്മൾ അതിന്റെ ലെവൽ 2-ൽ അതിന്റെ ബാക്കിയുള്ള വേർഡ്സ് കൂടി ഡിസ്കസ് ചെയ്യാം. ഇതാണ് അതിന്റെ ലെവൽ 2-ൽ. ലെവൽ 1-ലെ വാക്കുകളാണ് ഇത്. പക്ഷെ നമ്മളത് സമയം ഉണ്ടാകാതിരുന്നത് കൊണ്ട് ഈ ലെവലിലേക്ക് മാറ്റി. ഒന്ന് നോക്കിയേ, ഉണ്ട്. കണ്ട, ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഹാവ് ഓർ ഹാസ് വരണം. ഹാവ് ഓർ ഹാസ്. ഇനി 2, ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് വരും? ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് വരാമോ? ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് വരും? ഏത് വേർഡ് വരും? ഒന്ന് ചാറ്റ് ബോക്സിൽ വരാമോ? നിങ്ങൾ എന്നോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ട്. യെസ്, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഹാഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കഴിയുന്നവരൊക്കെ ടൈപ്പ് ചെയ്യൂ. ഹാഡ്. നമുക്കിതിങ്ങനെ ഒരു സെലിബ്രേറ്റ് ചെയ്ത് പോകാം. ലെറ്റ്സ് സെലിബ്രേറ്റ് ഇംഗ്ലീഷ് മൈ ഡിയർ ഫ്രണ്ട്സ്. ലെറ്റ്സ് സെലിബ്രേറ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പഠിക്കേണ്ടത് ഭയങ്കര സീരിയസ് ആയിട്ടല്ല. അതാണ് നമ്മൾ ആളുകൾ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ഭയങ്കര വേണ്ട. നമുക്ക് ഇംഗ്ലീഷ് ഇങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിൽ നമ്മുടെ ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയി ഇങ്ങനെ തമാശ പറഞ്ഞ് ചിരിച്ച് കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കിയിട്ടാണ് ഇംഗ്ലീഷ് പോകുന്നത്. അതായത് തമാശക്കൊക്കെ കളിയാക്കും. യു സ്പീക്ക്, ഐ സ്പീക്ക്, കം ഓൺ, യു സ്പീക്ക് മൈ ഡിയർ ഫ്രണ്ട്സ്, യു മേക്ക് മിസ്റ്റേക്ക്. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പറയും. അവരും ഞാനും ഇങ്ങനെ ഫ്രണ്ട്സിനെ പോലെയാണ് ക്ലാസ്സിൽ. അങ്ങനെ ഇത് പഠിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട്, എന്റെ പ്ലാറ്റ്ഫോമിലുള്ളവരോട് ഞാൻ ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നു, മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ മിസ്റ്റേക്സ് വരുത്താം. നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ മിസ്റ്റേക്സ് വരുത്താം. നിങ്ങളുടെ മിസ്റ്റേക്സിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദിസ് ഈസ് എൻ ഓപ്പൺ പ്ലാറ്റ്ഫോം ഫോർ യു ടു മേക്ക് മിസ്റ്റേക്സ്. എന്റെ സ്റ്റുഡൻസ് പറയാറുണ്ട്, മിസ്റ്റേക്സ് വരുത്താമെന്ന് ഇതുവരെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല സർ. ഞങ്ങൾ സർ പറഞ്ഞിട്ടാണ് ആദ്യം കേട്ടത്. ഇംഗ്ലീഷ് മിസ്റ്റേക്സ് നിങ്ങൾക്ക് വരുത്താം ഈ പ്ലാറ്റ്ഫോമിൽ. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, 100% പെർഫെക്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് ഹാഡ് വന്നു. ഇനി ഉണ്ടാകും എന്ന അർത്ഥത്തിൽ, ഉണ്ടാകും എന്ന ഇംഗ്ലീഷ് വേർഡ് ആർക്ക് പറയാം? ഉണ്ടാകും. വിൽ ഹാവ്, കറക്റ്റ് ആൻസർ, വിൽ ഹാവ്. ഉണ്ടാകും, വിൽ ഹാവ്. ഇനി സ്വന്തമാക്കാൻ പറ്റും, സ്വന്തമാക്കാൻ പറ്റും, സ്വന്തമാക്കാൻ പറ്റും. ആർക്ക് പറയാം? സ്വന്തമാക്കാൻ പറ്റും. ക്യാൻ ഹാവ്. കണ്ട, സ്വന്തമാക്കാൻ പറ്റും, ക്യാൻ ഹാവ്. ഉണ്ടാകണം എന്നാർക്ക് പറയാം? ഉണ്ടാകണം, ഷുഡ് ഹാവ്, ഷുഡ് ഹാവ്. ഇനി ഉണ്ടായേനെ പക്ഷെ ഉണ്ടായില്ല.
ഉണ്ടായേനെ, അവന് നല്ലൊരു ഭാവി ഉണ്ടായേനെ. നന്നായി പഠിച്ചിരുന്നുവെങ്കിൽ അവന് നല്ലൊരു ഭാവിയുള്ള ചെക്കനായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഉണ്ടായില്ല. എങ്ങനെ പറയാം? അതിന് ഇംഗ്ലീഷ് വേർഡ്, ഇവിടെ എല്ലാവരും മിസ്റ്റേക്സ് വരുത്തുന്ന ഒരു വേർഡാണിത്. കേട്ടാ, നിങ്ങൾക്ക് ഈ വേർഡ് അധികം പരിചയമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ വേർഡ് അഥവാ വുഡ് ഹാവ് ഹാഡ് ആണ്. വുഡ് ഹാവ് ഹാഡ്, കണ്ടാ, ഈ വേർഡ് വുഡ് ഹാവ് ഹാഡ് ആണ്. ഒന്നുകിൽ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ എഴുതിയെടുക്കുക. സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ എഴുതിയെടുക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇനി നോക്കൂ, ഇനി ഇതിനെ വെച്ചുകൊണ്ട് നമുക്ക് ഡ്രില്ലിലേക്ക് പോകണം. അവൾക്ക് ഒരു പുതിയ കാർ ഉണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ആർക്ക് പറയാം? ഒന്ന് ചാറ്റ് ബോക്സിൽ വന്നേ, അല്ലെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറയൂ. അവൾക്ക് ഒരു പുതിയ കാർ ഉണ്ട്. ഷീറ്റ് വന്നതുകൊണ്ട് വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഹീ ഷീറ്റ് വന്നതുകൊണ്ട് ഹാസ്. കണ്ട, ഹീ ഷീറ്റ് എന്ന സബ്ജക്ട് വരുമ്പോൾ ഹാസ്, ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്. ഇനി സബ്ജക്ട് പ്ലൂറൽ അയ്യു ദേവി വരികയാണെങ്കിലോ? അയ്യു ദേവി വരികയാണെങ്കിൽ ഹാവ്. അപ്പൊ എങ്ങനെ വരും? ഇതിന്റെ ഉത്തരം എങ്ങനെ പറയും? ഷീ ഹാസ് എ കാർ. ഷീ ഹാസ് എ കാർ. ഇനി അവരുടെ കയ്യിൽ മതിയായ പണം ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ അല്ലെങ്കിൽ അവളുടെ കയ്യിൽ, ഷീ പ്രശ്നമില്ല. അവരുടെ കയ്യിൽ അല്ലെങ്കിൽ അവളുടെ കയ്യിൽ ഷീ ഹാഡ് ഇനഫ് മണി. കണ്ട, ഹാഡ് ഇനഫ് മണി. നാളെ ഞങ്ങൾക്കൊരു യോഗമുണ്ടാകും. അതെങ്ങനെ പറയാം? നാളെ ഞങ്ങൾക്ക് ഒരു യോഗമുണ്ടാകും. എങ്ങനെ പറയാം? ആർക്ക് പറയാം? We will have a meeting tomorrow. We will have a meeting tomorrow. Will have, കണ്ട, will have a meeting tomorrow, നാളെ. ഇനി ഞങ്ങൾക്ക് ഒരു കപ്പ് ചായ ലഭിക്കാം അല്ലെങ്കിൽ കഴിക്കാം. എങ്ങനെ പറയാം? നിങ്ങൾക്ക് you can have a cup of tea. You can have a cup of tea. കണ്ട, can have വന്നു, can have. ഇനി ഓരോ വിദ്യാർത്ഥിക്കും ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. Every student should have a notebook. കണ്ട, every student, every എന്ന് പറഞ്ഞാൽ each and every distributive pronoun ആണ്. അപ്പൊ each and every, കണ്ട, സിംഗുലർ. Every student should have a notebook. കണ്ട, should have വന്നു, അവിടെ ആൻസർ കറക്റ്റ് ആയി. ഇനി അവൻ കൂടുതൽ പരിശ്രമിച്ചിരുന്നുവെങ്കിൽ അവന് മികച്ച ഫലങ്ങൾ ഉണ്ടായേനെ. എങ്ങനെ പറയാം? if he had worked hard. കണ്ട, if he had worked hard, he would have had better results. കണ്ട, would have had വന്നത് കണ്ട, അവന് മികച്ച ഫലം ഉണ്ടായേനെ. പക്ഷേ അവൻ പരിശ്രമിച്ചില്ല, മികച്ച ഫലം ഉണ്ടായില്ല. അതാണ് അതിന്റെ ആൻസർ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഉണ്ട് എന്നുള്ളതിന് ഹാസ് വന്നു. ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്നോടൊപ്പം പറയൂ. ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഇംഗ്ലീഷ് വേർഡ് എന്താണ്? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഹാഡ് വന്നു. ഉണ്ടാകും എന്നുള്ളതിനെ ഒരു ചായ ലഭിക്കാം അല്ലെങ്കിൽ കഴിക്കാം, സ്വന്തമാക്കാം എന്നുള്ളതിനെ കുറിച്ച് വരുമ്പോ ക്യാൻ ഹാവ് വന്നു. ഉണ്ടാകണം എന്ന് നിർബന്ധം പറയുന്നതിന് ഷുഡ് ഹാവ് വന്നു. ഇനി നിങ്ങൾക്ക് ഉണ്ടായേനെ പക്ഷെ ഉണ്ടായില്ല എന്ന അർത്ഥത്തിൽ ഏത് വേർഡ് വന്നു? വുഡ് ഹാവ് ഹാഡ്. ഈ വേർഡ് നിങ്ങൾ വളരെ വളരെ റെയർ ആയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. നമ്മുടെ ആളുകൾ വളരെ റെയർ ആയിട്ടാണ്. അതിന് പകരം വേറെ തെറ്റായിട്ടുള്ള പല പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് കറക്റ്റ് ചെയ്യണം ഇവിടെ. കേട്ടോ, വുഡ് ഹാവ് ഹാഡ്, വുഡ് ഹാവ് ഹാഡ്. അവിടെ ഷുഡ് വരാൻ പാടില്ല. വുഡ് ഹാവ് ഹാഡ്, ഹി വുഡ് ഹാവ് ഹാഡ് ബെറ്റർ റിസൾട്ട്. ഹി വുഡ് ഹാവ് ഹാഡ് ബെറ്റർ റിസൾട്ട്സ്. അവന് നല്ല മികച്ച ഫലം ഉണ്ടായേനെ. അപ്പൊ നമ്മൾ കൂടുതൽ ഇത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സിലാണ്. ഇത് നമ്മളൊരു എക്സാമ്പിൾ മാത്രമായിട്ട് പറഞ്ഞു. ഇനി ഇതിന്റെ മൂന്നാമത്തെ ഡ്രില്ലിലേക്കാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. മൂന്നാമത്തെ ഡ്രിൽ 20 വാക്കുകളിൽ ഇപ്പൊ 6+6 12 കഴിഞ്ഞു. ഇനി 8 വേർഡ് കൂടി നമുക്ക് പഠിക്കാം. 8 വേർഡ് ഏതാണ്? ചെയ്യുകയാണ്. ആൻഡ് ഈസ് ആർ ഡൂയിങ്. ചെയ്യാറുണ്ട്, ഡു ഓർ ഡസ്. ചെയ്യും, ഫ്യൂച്ചർ അല്ലേ? അപ്പൊ വിൽ ഡു. ഏത് ഫ്യൂച്ചർ വരുമ്പോഴും വില്ല് ചേർക്കാം. വിൽ ഡു. ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ ഡൂയിന്റെ സെക്കൻഡ് ഫോം ആയ ഡിഡ്, അതായത് വേർബിന്റെ സെക്കൻഡ് ഫോം ഉപയോഗിക്കാം. ഇപ്പൊ സ്പീക്കിന്റെ സെക്കൻഡ് ഫോം ഏതാണ്? സ്പോക്ക്. കമ്മിന്റെ സെക്കൻഡ് ഫോം ഏതാണ്? കെയിം. ഈറ്റിന്റെ സെക്കൻഡ് ഫോം ഏതാണ്? എയ്റ്റ്. എയ്റ്റ്. ഡാൻസിന്റെ സെക്കൻഡ് ഫോം ഏതാണ്? ഡാൻസ്ഡ്. അതിനെയാണ് ഡിഡ് ഫോം എന്ന് പറയുന്നത്. ഡിഡ് ഫോം. ഇനി ചെയ്തിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഹാവ് ഓർ ഹാസ് ഡൺ. ഹാവ് ഓർ ഹാസ് ഡൺ. ഇനി ചെയ്യാൻ പറ്റും എന്നെങ്കിലും ഇംഗ്ലീഷ് എങ്ങനെ പറയാം? ക്യാൻ ഡു. ക്യാൻ ഡു. ചെയ്യാൻ പറ്റും. ഇനി ചെയ്യണമെന്ന് നിർബന്ധം പറയുമ്പോൾ എങ്ങനെ പറയാം? ഷുഡ് ഡു. ഷുഡ് ഡു. ഇനി ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ചെയ്തില്ല, എങ്ങനെ പറയാം? ഷുഡ് ഹാവ് ഡൺ. ഷുഡ് ഹാവ് ഡൺ.
ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ചെയ്തില്ല. ഷുഡ് ഹാവ് ഡൺ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് എക്സാംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഞാൻ എല്ലാ ദിവസവും ഒരു പത്രം വായിക്കാറുണ്ട്. ആർക്ക് പറയാം? ചാറ്റ് ബോക്സിൽ വരൂ. ഞാൻ എല്ലാ ദിവസവും ഒരു പത്രം വായിക്കാറുണ്ട്. എങ്ങനെ? നിങ്ങളുടെ ഉത്തരം ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്നെങ്കിലും ടൈപ്പ് ചെയ്യോ. ഞാനാണ് ഐ റീഡ് എ ന്യൂസ് പേപ്പർ. ഞാൻ എല്ലാ ദിവസവും ഒരു പത്രം. ഐ റീഡ്. കറക്റ്റ് ആണ്. യെസ്, ഫംന ബീരൻ മാഡം എഴുതിയത് കറക്റ്റ് ആണ്. അതിൽ ഒരു മിസ്റ്റേക്സ്, ചെറിയൊരു മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഒരു പത്രം എന്നുണ്ട്. അപ്പൊ എ ന്യൂസ് പേപ്പർ എന്ന് വേണം. ഞാൻ എല്ലാ ദിവസവും ഒരു പത്രം വായിക്കാറുണ്ട്. ഐ റീഡ്. കാരണം റീഡിന്റെ അർത്ഥം എന്താണ്? സിമ്പിൾ പ്രസന്റ്. റീഡ് എന്താണ്? റീഡ്, റെഡ്. അതിന്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും അതോ പ്രൊനൗൺസിയേഷൻ ഒന്ന് തന്നെയാണ്, സ്പെല്ലിംഗ് ഒന്ന് തന്നെയാണ്. റെഡ് കണ്ട, വായിക്കുക. റീഡ് വായിക്കുക അല്ലെങ്കിൽ വായിക്കാറുണ്ട്. റെഡ് വായിച്ചു. തേർഡ് ഫോം റെഡ് വായിക്കപ്പെട്ടു. ഇനി ഞാൻ ഇപ്പോൾ ഒരു പത്രം വായിച്ചു കൊണ്ടിരിക്കുന്നു. ആർക്ക് പറയാം? ഞാൻ ഇപ്പോൾ ഒരു പത്രം വായിച്ചു കൊണ്ടിരിക്കുന്നു. ആർക്ക് പറയാം? ഇംഗ്ലീഷ് ആർക്ക് പറയാം? വെരി ഗുഡ് ആൻസർ. ഐ ആം റീഡിംഗ് എ ന്യൂസ് പേപ്പർ നൗ. അല്ലെങ്കിൽ അറ്റ് ദ മൊമെന്റ് ഐ ആം റീഡിംഗ് എ ന്യൂസ് പേപ്പർ നൗ. ഞാൻ ഇപ്പോൾ ഒരു പത്രം വായിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനെ നമുക്ക് ഇങ്ങനെ മിറർ ചെയ്യണം. മിറർ ചെയ്യുന്ന ഒരു NLP ഒരു ടെക്നിക്സ് ഉണ്ട്, ആങ്കറിംഗ് ആൻഡ് മിറർ ടെക്നിക്സ്. അത് നമ്മുടെ ക്ലാസ്സിൽ പറയാം, അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി ഞാൻ ഇന്നലെ ഒരു പത്രം വായിച്ചു. അപ്പൊ നമ്മൾ സെക്കൻഡ് ഫോം ഉപയോഗിച്ച് എങ്ങനെ പറയാം? ഞാൻ ഇന്നലെ ഒരു പത്രം വായിച്ചു. സെക്കൻഡ് ഫോം ഉപയോഗിച്ച് എങ്ങനെ പറയാം? വെരി ഗുഡ്. ഐ റെഡ്. READ. കണ്ട, ഐ റെഡ്. റീഡിന്റെ സെക്കൻഡ് ഫോം. ഐ റെഡ് എ ന്യൂസ് പേപ്പർ യെസ്റ്റർഡേ. ഐ റെഡ് എ ന്യൂസ് പേപ്പർ യെസ്റ്റർഡേ. ഞാൻ ഇതിനകം ഒരു ഇംഗ്ലീഷ് പത്രം വായിച്ചിട്ടുണ്ട്. എങ്ങനെ പറയാം? ആർക്ക് പറയാം? ഒന്ന് ടൈപ്പ് ചെയ്യാമോ? നിങ്ങൾ നിങ്ങളുടെ എഴുതുന്ന ടൈപ്പ് ചെയ്ത ആൻസേഴ്സ് മുഴുവനും കറക്റ്റ് ആണ്. ഐ ഹാവ്. വെരി ഗുഡ് ആൻസർ. നിങ്ങളുടെ ടെൻസ് കറക്റ്റ് ആണ്. അതിലെ ഒരു വേർഡും കൂടി ചേർത്താൽ ആ ഇംഗ്ലീഷ് മനോഹരമായി. നമ്മൾ ഒന്നുകൂടി ഇംഗ്ലീഷിനെ നമുക്ക് പോളിഷ് ചെയ്യാം. ഇംഗ്ലീഷിനെ പോളിഷ് ചെയ്യാൻ വേണ്ടി ഒരു ടെക്നിക്സ് ഉണ്ട്. ഇതിന്റെ അവസാനം പറഞ്ഞുതരാം. ഇംഗ്ലീഷിനെ പോളിഷ് ചെയ്യുന്ന ഒരു ടെക്നിക് ഉണ്ട്. ഞാൻ ഇതിനകം ഒരു പത്രം വായിച്ചിട്ടുണ്ട്. പ്ലീസ് കം ടു ദ ചാറ്റ് ബോക്സ് ആൻഡ് ടൈപ്പ്. നിങ്ങൾ സ്പീഡിലാണെങ്കിൽ നമുക്ക് കുറെ എക്സസൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ നിങ്ങൾ സ്പീഡിലാണെങ്കിൽ ഇത് അഥവാ ചാറ്റ് ബോക്സിൽ വരാൻ പറയുമ്പോഴും മിക്കവണ്ണം വരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഐ ഹാവ് ഓൾറെഡി. കണ്ട, നിങ്ങൾ ഉപയോഗിക്കേണ്ട വേർഡ് എന്താണ്? ഞാൻ ഇതിനകം ഒരു പത്രം വായിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഓൾറെഡി റെഡ് എ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. കണ്ട, ഐ ഹാവ് ഓൾറെഡി റെഡ് എ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. ഇനി ഞാൻ നാളെ ഒരു പത്രം വായിക്കും. നാളെ ഫ്യൂച്ചർ ടെൻസ്. ഐ വിൽ റീഡ് എ ന്യൂസ് പേപ്പർ ടുമാറോ. ഒന്ന് പറയൂ. ഐ വിൽ റീഡ് എ ന്യൂസ് പേപ്പർ ടുമാറോ. അപ്പൊ വിൽ ഡു എന്നുള്ളതിന്റെ കറക്റ്റ് ഫോം എന്താണ്? വിൽ റീഡ്. ഇനി അടുത്തത്, എനിക്കൊരു ഹിന്ദി പത്രം വായിക്കാൻ കഴിയും. എനിക്ക് ഒരു ഹിന്ദി പത്രം വായിക്കാൻ കഴിയും. ഹിന്ദി ന്യൂസ് പേപ്പർ വായിക്കാൻ കഴിയും. ഹൗ ടു സേ ഇറ്റ് ഇൻ ഇംഗ്ലീഷ്? How to say it in English? Please come to the chat box and type, please. I welcome my dear friends. You please make mistakes, my dear friends. I love it. I love to read your mistakes, and even if you make mistakes, don't worry. എനിക്കൊരു ഹിന്ദി ന്യൂസ് പേപ്പർ. I can read a Hindi newspaper. Very good answer. Tinsy Joseph, ma'am, correct answer. ടിൻസി ജോസഫ്, എനിക്കൊരു ഹിന്ദി പത്രം വായിക്കാൻ കഴിയും. ഐ ക്യാൻ റീഡ് എ ഹിന്ദി ന്യൂസ് പേപ്പർ. ഇനി എനിക്ക് ചൈനീസ് പത്രം വായിക്കണം. എനിക്കൊരു ചൈനീസ് പത്രം വായിക്കണം. എങ്ങനെ പറയാം? ഐ ഷുഡ് റീഡ് എ ചൈനീസ് ന്യൂസ് പേപ്പർ. എനിക്കൊരു ചൈനീസ് പത്രം വായിക്കണം. ഐ ഷുഡ് റീഡ്. കണ്ട, ഷുഡ് റീഡ്. ഡു എന്നുള്ളത് ഇവിടെ റീഡ് ആയിട്ട് മാറി, ആക്ഷൻ ആയിട്ട് മാറി. ഇനി എട്ടാമത്തേത് എങ്ങനെ പറയാം? ഞാൻ ഒരു ഇംഗ്ലീഷ് പത്രം വായിക്കേണ്ടതായിരുന്നു പക്ഷേ വായിച്ചില്ല. ആർക്ക് പറയാം? ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഈവൻ ടീച്ചേഴ്സ് പോലും മിസ്റ്റേക്സ് വരുത്തുന്ന ഒരു സെന്റൻസ് ആണത്. ഞാൻ ഒരു ഇംഗ്ലീഷ് പത്രം വായിക്കേണ്ടതായിരുന്നു പക്ഷേ വായിച്ചില്ല. ഹൗ ടു സേ ഇറ്റ് ഇൻ ഇംഗ്ലീഷ്? ആർക്ക് പറയാം? I would have read an English paper.
അവിടുത്തെ വായിക്കേണ്ടതായിരുന്നു, പക്ഷേ വായിച്ചില്ല എന്നുള്ളതിന്റെ റൈറ്റ് ഒരു ഫോമേഷൻ ഉണ്ട്. I should have been. I should have read. should have been ആണോ? should have been എന്ന് ആണ് പറയുമ്പോൾ നേരെ പാസീവ് വോയിസ് ആയില്ലേ? should have done. ഒന്നുകൂടി വായിച്ച കറക്റ്റ് ആൻസേഴ്സ്. ഒന്ന് ആദ്യം മുതൽ വായിച്ച ഇംഗ്ലീഷ് വായിച്ചേ. I should have read an I English read a newspaper every day. ഇനി I am reading a newspaper now. I read a newspaper yesterday. I have already read an English newspaper. I will read a newspaper tomorrow. I can read a Hindi newspaper. I should read the Chinese newspaper. അല്ലെങ്കിൽ ഒന്ന് എഴുതിയാത്തത് കൊണ്ടാണ് ഇതാ വന്നത്. ചൈനീസ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇനി I should have read, കണ്ടോ? should have read. I should have read an English newspaper. I should have read an English newspaper. നിങ്ങൾക്കറിയോ ഇതിന്റെ മാജിക് എന്താണെന്നറിയോ? നിങ്ങൾക്കറിയോ ഇതിന്റെ മാജിക്? അതായത് നേരത്തെ നമ്മൾ പഠിച്ച 20 വാക്കുകൾ, അതായത് ആദ്യത്തെ 6 വേർഡ്സ്, രണ്ടാമത്തെ 6 വേർഡ്സ്, അവസാനത്തെ 8 വേർഡ്സ്, ഈ 20 വേർഡ്സിന്റെ അപ്ലിക്കേഷൻ ആണ് നിങ്ങളുടെ ഫസ്റ്റ് ലെവൽ ഫ്ലുവൻസിയെ സാധ്യമാക്കുന്നത്. ക്യാൻ യു ബിലീവ്? ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഈ 20 വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ലെവൽ ഇംഗ്ലീഷ് ഫ്ലുവൻസി സാധ്യമാകും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുവെങ്കിൽ യെസ് വൈ എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലാത്തവർ എൻ എന്ന് ടൈപ്പ് ചെയ്യുക. പ്ലീസ് കം ടു ദ ചാറ്റ് ബോക്സ്. നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു, ആദ്യ ലെവൽ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ, ഫസ്റ്റ് ലെവൽ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ ഈ നേരത്തെ ഞാൻ പഠിപ്പിച്ച 20 വാക്കുകൾ മാത്രം മതി. 20 വാക്കുകൾ മാത്രം മതി. ഞാനത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ യെസ് എന്ന് പറയുക. ഇനി വിശ്വാസമില്ലാത്തവർക്ക് നോ എന്ന് പറയാം. നോ പ്രോബ്ലം. ഇറ്റ് ഈസ് യുവർ ചോയ്സ്. മിക്കവരും അഥവാ ടൈപ്പ് ചെയ്തവരെല്ലാം വൈ എന്നാണ് എഴുതിയിരിക്കുന്നത്. അബ്സല്യൂട്ട്ലി ഐ ബിലീവ് യു. കാരണം നിങ്ങളിൽ വിശ്വാസമുണ്ട്. അഥവാ നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ. അബ്സല്യൂട്ട്ലി മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലെവൽ 1-ലെ 20 വേർഡ്സ് ആയിരുന്നു. അത് നിങ്ങൾ വരാതിരുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് വീണ്ടും പറഞ്ഞത്. അത് നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ലെവൽ 2 ഇന്ന് തുടങ്ങുകയാണ്. ലെവൽ 2ന്റെ പേരെന്താണ്? കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആൻഡ് ഫ്ലുവൻസി സ്കിൽ. ലെവൽ 2 എന്താണ്? ഇവിടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ആധികാരികമായി നമ്മൾ പഠിക്കണം. നമ്മുടെ ആളുകൾക്ക് കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള ഡെഫിനിഷൻ ചോദിച്ചാൽ തന്നെ ജാംബോവിന്റെ കാലത്തുള്ള 25 വർഷം മുമ്പുള്ള ഡെഫിനിഷനാണ് പറയുക. ഞാൻ നിങ്ങളിലൂടെ അതൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ എങ്ങനെയുണ്ട്. അപ്പൊ നമ്മുടെ ലെവൽ 2 ഇന്ന് നമ്മൾ തുടങ്ങിയാണ്. മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ വാണ്ട് ടു ആസ്ക് യു, വാട്ട്സ് കമ്മ്യൂണിക്കേഷൻ? ആർക്ക് പറയാം? എന്താണ് കമ്മ്യൂണിക്കേഷൻ? ആർക്ക് പറയാം? വാട്ട്സ് കമ്മ്യൂണിക്കേഷൻ? ടൈപ്പ് ചെയ്താലും മതി. വളരെ പ്രധാനപ്പെട്ട വാക്കുകൾ വെച്ച് നിങ്ങൾ ടൈപ്പ് ചെയ്താലും മതി. വാട്ട്സ് കമ്മ്യൂണിക്കേഷൻ? Or you can exchanging information. Very good. Exchanging information. Very good. Please come to the chat box, my dear friends. You please share ideas in thoughts. Very good. Ideas and thoughts. Very good. Share ideas and thoughts. Very good. Next, who else? Who is next? sending information. Yeah, ability to share thoughts. Very good. Act of sending information. Rasina madam, interaction with the 2%. Rasina madam, correct. നിങ്ങളുടെ കൂടുതൽ അഥവാ മറ്റുള്ള ആളുകൾ ഇനിയും വരും. വളരെ വളരെ പെട്ടെന്ന് തന്നെ അവർ നമ്മുടെ ഈ ചാറ്റ് ബോക്സിലേക്ക് വരും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഇതിന്റെ ലേറ്റസ്റ്റ് കമ്മ്യൂണിക്കേഷനിലേക്ക് പോവുകയാണ്. എന്താ ലേറ്റസ്റ്റ് കമ്മ്യൂണിക്കേഷൻ? നിങ്ങളെ ഞെട്ടിക്കും. ഈ പുസ്തകമാണ് അഥവാ ഏറ്റവും ലേറ്റസ്റ്റ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഇറങ്ങിയിരിക്കുന്ന പുസ്തകമാണ്. എനിക്ക് അറിയാവുന്നിടത്തോളം കേട്ടോ. ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും 100% ആധികാരികം. എനിക്ക് അറിയാവുന്ന എന്റെ റെഫറൻസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വായിച്ച പുസ്തകമാണ് ഇംപ്രൂവിംഗ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ബൈ അലൻ ബാർക്കർ. അലൻ ബാർക്കർ എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ മേഖലയിലെ അതിപ്രശസ്തനായ ഒരു റിസർച്ച് സ്കോളറാണ്. അദ്ദേഹം ഒരു വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സ്കോളറാണ് അലൻ ബാർക്കർ.
അദ്ദേഹമാണ് ഇതിന്റെ ഈ മേഖലയിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അതോറിറ്റി. എനിക്കറിയാവുന്ന അതോറിറ്റി അദ്ദേഹമാണ്. എനിക്കറിയാവുന്ന 3 പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ പുസ്തകം എഴുതിയ ഡോക്ടർ അലൻ ബാർക്കർ. അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇന്ന് കമ്മ്യൂണിക്കേഷൻ എന്ന വിഷയം ഞാൻ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ശരിയാണ്. പക്ഷെ അതൊരു 10 വർഷം മുമ്പ്, അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പ്, അല്ലെങ്കിൽ അതൊരു 20 വർഷം മുമ്പ് അഥവാ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ഒരു ഡെഫിനിഷനാണ് അത്. ഇന്ന് ഡെഫിനിഷൻ മാറിയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പുതിയ ഡെഫിനിഷൻ, അലൻ ബാർക്കറുടെ ഡെഫിനിഷൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളത് അഥവാ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ആർട്ട് ഓഫ് ട്രാൻസ്ഫോമിംഗ് തോട്ട്സ് ആൻഡ് ഇമേജസ് ഇൻ ടു വേർഡ്സ്. എന്താണ് ആശയവിനിമയം എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ ചിന്തകളുടെയും നിങ്ങളുടെ മനസ്സിലുള്ള ചിത്രങ്ങളെയും വാക്കുകളാക്കി പരിണമിപ്പിക്കുന്ന, വാക്കുകളാക്കി മാറ്റുന്ന ആ പ്രക്രിയയുടെ, ആ കലയുടെ പേരാണ് കമ്മ്യൂണിക്കേഷൻ. ഇതാണ് അലൻ ബാർക്കറുടെ ഡെഫിനിഷൻ. ഇനി മഹാനായ മറ്റൊരു വ്യക്തിയുണ്ട്, അഥവാ നോബൽ പ്രൈസിന് വേണ്ടി നോമിനേറ്റ് ചെയ്ത ഡോക്ടർ നോം ചോംസ്കി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനിഷനും ഏകദേശം ഈക്വലന്റ് ആണ്. എന്താണ് പറഞ്ഞത്? കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ആർട്ട് ഓഫ് കൺവേർട്ടിംഗ് മെന്റൽ ഇമേജസ് ഇൻ ടു മീനിങ്ഫുൾ വേർഡ്സ്. നിങ്ങളുടെ മനസ്സിലുള്ള ചിത്രങ്ങളെ വാക്കുകളായി, അർത്ഥപൂർണമായ, അർത്ഥഗർഭമുള്ള വാക്കുകളാക്കി പരിണമിപ്പിക്കുന്ന, മാറ്റുന്ന ആ കലയുടെ പേരാണ് കമ്മ്യൂണിക്കേഷൻ. ഇത് രണ്ടും ഏകദേശം മാച്ച് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും മനഃശാസ്ത്രപരമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഡെഫിനിഷനാണിത്. ഇത് രണ്ടും അബ്സല്യൂട്ട്ലി മാച്ചിങ് ആണ്. ഇതിൽ നിന്നും, ഈ ഡെഫിനിഷനിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ആർക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം? ഈ 2 ഡെഫിനിഷനിൽ നിന്നും, അഥവാ നമ്മൾ മനസ്സിലാക്കുന്ന കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അഥവാ നമ്മൾ സമയം കുറവുള്ളത് കൊണ്ടും അഥവാ മടി കാണിക്കുന്നത് കൊണ്ടും ചെറുതായി ഞാൻ തന്നെ ഉത്തരം പറയുകയാണ്. അതായത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, NLP സ്കിൽസ് ആണ് കേട്ടോ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എല്ലാ വാക്കുകളും ആയിട്ടല്ല അത് കീപ്പ് ചെയ്യുന്നത്, ഫയൽ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ചിന്തകളും ഫയൽ ചെയ്യുന്നത് ഇമേജസ് ആയിട്ടാണ്, ചിത്രങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ അത് പിക്ചേഴ്സ് ആയിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ആശയം വരുന്നത് വാക്കുകളായിട്ടല്ല. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ആശയം വരുന്നത് ഇമേജസ് ആയിട്ടാണ്. മനുഷ്യ മനസ്സിലേക്ക് ആശയങ്ങൾ വരുന്നത്, തോട്ട്സ് വരുന്നത്, ചിന്തകൾ വരുന്നത് ഇമേജസ് ആയിട്ടാണ്, വേർഡ്സ് ആയിട്ടല്ല. ആ ഇമേജസിനെ, ആ ചിന്തകളെ വാക്കുകളാക്കി പരിണമിപ്പിക്കുന്ന ആ കലയുടെ പേരാണ് കമ്മ്യൂണിക്കേഷൻ. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി 21st സെഞ്ചുറി അംഗീകരിച്ച ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കുന്ന കമ്മ്യൂണിക്കേഷന്റെ 2 ഡെഫിനിഷൻ. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, എന്നെ കേൾക്കുന്ന മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ഹാവ് എ വെരി ഹംബിൾ റിക്വസ്റ്റ്. Please try to follow these 2 definitions. These are called the authentic definitions in the world. ഞാൻ അതാ നിങ്ങൾക്ക് പുസ്തകം എടുത്ത് കാണിച്ചത്. ഒത്തന്റിക് ഡെഫിനിഷൻസ് ഇൻ ദ വേൾഡ്. ഞങ്ങൾ ഈ MBA പോലുള്ള സ്റ്റുഡൻസിനെ ലേറ്റസ്റ്റ് കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഡെഫിനിഷൻ ഇതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ ധൈര്യമായിട്ട് ഫോളോ ചെയ്യാം. റെഫറൻസ് അടക്കമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആകാൻ എളുപ്പമാണ്. അതെങ്ങനെയാണെന്ന് വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ക്ലാസിന്റെ അവസാനം വരെ ഇരിക്കുന്നവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഫോർമുലയുടെ ആശയമാണ് യഥാർത്ഥത്തിൽ ഫ്ലുവൻസിക്ക് ഞാൻ കടമെടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറയുന്ന ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്ലീസ് കം ടു ദ ചാറ്റ് ബോക്സ് പ്ലീസ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാകുന്നുണ്ടോ? പ്ലീസ് യെസ് ഓർ നോ, പ്ലീസ് കം ടു ദ ചാറ്റ് ബോക്സ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാകുന്നുണ്ടോ? യെസ് യെസ് യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു, താങ്ക് യു. ഞാൻ വീണ്ടും പറയാം. യെസ്, നമ്മൾ ഒരിത്തിരി സ്പീഡിലേക്ക് ഞാൻ പോകാൻ കാരണം എന്താണെന്നറിയോ? ഇത്തിരി സ്പീഡിലേക്ക് പോകാൻ കാരണം നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസത്തെ പോർഷൻ മൊഡ്യൂൾ കവർ ചെയ്യാതിരുന്നുകൊണ്ട് ഇന്നത്തെ നമുക്കിത് കവർ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഒരിത്തിരി സ്പീഡിലേക്ക് പോകണം. നോക്കേ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ 3 സാധനം ആദ്യമായി ഓടിയെത്തണം. ആദ്യത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ
ഇമേജസ് ആയിട്ടാണ്, പിക്ചേഴ്സ് ആയിട്ടാണ് നിങ്ങളുടെ മനസ്സിലേക്ക് അവ കടന്നു വരുന്നത്. ആ ചിന്തകൾക്ക് തുല്യമായ ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയി. ആ വാക്കുകൾക്ക് തുല്യമായ മലയാള വാക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ ഫ്ലുവന്റ് ആയി. ഹിന്ദി വാക്കുകൾ ഉണ്ടെങ്കിൽ ഹിന്ദിയിൽ ഫ്ലുവന്റ് ആയി. ചൈനീസ് വാക്കുകൾ ഉണ്ടെങ്കിൽ ചൈനീസ് ഭാഷയിൽ ഫ്ലുവന്റ് ആയി. തമിഴ് വാക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തമിഴിൽ ഫ്ലുവന്റ് ആയി. കന്നഡയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കന്നഡ ഫ്ലുവന്റ് ആയി. ഇതാണ് അതിന്റെ ഒന്നാമത്തെ സയൻസ്. ദിസ് ഈസ് എ ഫസ്റ്റ് സയൻസ് ബിഹൈൻഡ് ദിസ് ഡെഫിനിഷൻ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇതാണ് ഒന്നാമത്തെ സയൻസ്. രണ്ടാമത്തെ സയൻസ്, കമ്മ്യൂണിക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ 3 സാധനം രണ്ടാമതായി ഓടി വരണം. എന്തെല്ലാമാണ്? കമ്മ്യൂണിക്കേഷനിൽ വാക്കുകൾക്ക്, നാം പ്രയോഗിക്കുന്ന വാക്കുകൾക്ക് വെറും 7% മാത്രമേ റെലവൻസ് ഉള്ളൂ, പ്രാധാന്യമുള്ളൂ. ഇനി 38% വാക്കുകളുടെ മോഡുലേഷൻസിനാണ് പ്രാധാന്യം. എന്താ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ചില ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരേ ടോണിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ടൊണാലിറ്റി കറക്റ്റ് ആയിട്ട് അഥവാ അവരെ കാണിച്ചു കൊടുക്കാറുണ്ട്. ടോൺ, വോയിസ് ടോൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാം ഉപയോഗിക്കുന്ന ടോൺ ഒരേ ടോൺ ആകാൻ പാടില്ല. ഒരേ ടോൺ ആകുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഇംപ്രഷൻസ് ഉണ്ടാവില്ല. നമ്മൾ ടൊണാലിറ്റി മാറ്റിക്കൊണ്ടിരിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിന്റെ അഥവാ കമ്മ്യൂണിക്കേഷന്റെ അഥവാ വാക്കുകൾ, വേർഡ്സുകൾ, സെന്റൻസുകൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതിന്റെ ടൊണാലിറ്റി കാണിച്ചു തരാം. നിങ്ങൾ ഒരു മിനിറ്റ് എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ സാധാരണ ആളുകൾ വായിക്കുന്ന ടോണാണ് ആദ്യം കാണിക്കുന്നത്. ശ്രദ്ധിക്കണം. നോട്ട് സോ കോൺഫിഡന്റ്, എ ബിറ്റ് നെർവസ് അബൌട്ട്, ഡൈനാമിക് സ്പീക്കർ ലൈക്ക്, ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി വിത്ത് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. കണ്ട, ഇങ്ങനെയാണ് നമ്മളെ പലപ്പോഴും സ്കൂളിലോ ഒക്കെ നമ്മൾ പഠിപ്പിച്ചത്. സെയിം ടൊണാലിറ്റി. ഇനി അതിന്റെ ടോൺ മാറ്റിയിട്ടെന്ന് ഞാൻ വായിക്കാം. നോക്കിയാൽ അതിന്റെ ഇംഗ്ലീഷ് ടോൺ നോക്കിയേ ഡിയർ ഫ്രണ്ട്സ്. ഇംഗ്ലീഷ് ടോൺ മാറ്റിയേ. നോട്ട് സോ കോൺഫിഡന്റ്, വിത്ത് നെർവസ് അബൌട്ട്, ഡൈനാമിക് സ്പീക്കർ ലൈക്ക്, ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി വിത്ത് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. കണ്ടാ, അതിൽ വരുന്ന മോഡുലേഷൻസ് നോക്കിയേ. ചില വാക്കുകൾ നമ്മൾ ആരോഹണം, ചില അവരോഹണം, ചിലത് ഊന്നൽ കൊടുക്കണം, ചിലത് ലോ പിച്ചിൽ പറയണം. കണ്ട, ഇതിനെയാണ് ടൊണാലിറ്റി എന്ന് പറയുന്നത്. ഈ ടൊണാലിറ്റി, വി ഷുഡ് ബി ഏബിൾ ടു മെയിൻറ്റെയിൻ ദിസ് ടൊണാലിറ്റി വൈൽ കമ്മ്യൂണിക്കേറ്റിംഗ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് പറയുമ്പോൾ ഈ ടൊണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അത് 38% ആണ്. ഇനി 55% ആണ് ബോഡി ലാംഗ്വേജ്. എന്താ ബോഡി ലാംഗ്വേജ്? നമ്മുടെ ജെസ്റ്റേഴ്സ്, നമ്മുടെ കൈകൾ, കാലുകൾ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ നോഡിങ് അഥവാ നമ്മുടെ മൂവ്മെന്റ്സ്, ഇതൊക്കെ ചേർന്നതാണ് 55% ബോഡി ലാംഗ്വേജ്. അപ്പൊ കമ്മ്യൂണിക്കേഷനിൽ വാക്കുകൾക്ക് വെറും 7% മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. വോയിസിന് 38%ഓളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നാം ഉപയോഗിക്കുന്ന ബോഡി ലാംഗ്വേജിനാണ്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനിൽ ആദ്യം നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യേണ്ടത് ബോഡി ലാംഗ്വേജ് ആണ് സ്പെഷ്യലൈസ് ചെയ്യേണ്ടത്. നമ്മൾ ഇരുന്നു കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് ഇവിടെ നമ്മൾ ഓൺലൈനിലൂടെ നമ്മൾ, പക്ഷെ ഓഫ്ലൈനിലൂടെ ആണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് ആ ക്ലിയർ കട്ട് ബോഡി ലാംഗ്വേജിലൂടെ ആ മെസ്സേജ് ഓഡിയൻസിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇതാണ് കമ്മ്യൂണിക്കേഷന്റെ ദ മോസ്റ്റ് റെലവന്റ് ആയിരിക്കുന്ന സെക്കൻഡ് ഫാക്ടേഴ്സ്. മനസ്സിലായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇനി മൂന്നാമതായി ഞാൻ നിങ്ങളോട് പറഞ്ഞു, നേരത്തെ നമ്മൾ ഡെഫിനിഷന്റെ കാര്യം പറഞ്ഞു. എന്താണ് ഡെഫിനിഷൻ? കൺവേർട്ടിംഗ് അഥവാ ട്രാൻസ്ഫോമിംഗ് യുവർ തോട്ട്സ് ആൻഡ് ഇമേജസ് ഇൻടു മീനിങ്ഫുൾ വേർഡ്സ്. നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ഒരു പിക്ചർ, ഒരു ഈ ഇമേജിനെ കണ്ട, നിങ്ങൾ മനസ്സിലേക്ക് വന്നത് ഈ ഇമേജ് ആണെന്ന് വിചാരിക്കുക. ഈ ഇമേജിനെ നിങ്ങൾ മീനിങ് ആയ വാക്കുകളിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയണമെങ്കിൽ ഈ ഇമേജിന് തുല്യമായ ഇംഗ്ലീഷ് വാക്കുകൾ, ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടായിരിക്കണം, ഈ കോർട്ടെക്സ് ബ്രെയിനിൽ ഉണ്ടായിരിക്കണം. എന്നാലേ അത് നാവിൻ തുമ്പിലേക്ക് ഒഴുകുകയുള്ളൂ. പക്ഷേ ഇതിന് തുല്യമായ ഇംഗ്ലീഷ് വാക്കില്ല, നിങ്ങൾക്കറിയില്ല എന്ന് വിചാരിക്കാം. അവിടെ കമ്മ്യൂണിക്കേഷൻ എന്തായി? ബ്ലോക്കായി. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഒരു ചോദ്യം വളരെ ആത്മാർത്ഥമായി ചോദിക്കുക. ഈ പിക്ചർ കാണുമ്പോൾ ഈ പിക്ചറിന് തുല്യമായ ഒരു ഇംഗ്ലീഷ് വാക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നുവെങ്കിൽ ആ വേർഡ് എന്താണെന്നൊന്ന് ടൈപ്പ് ചെയ്യാമോ? പ്ലീസ്. ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്യൂ, പ്ലീസ് ടൈപ്പ് ചെയ്യൂ. നിങ്ങൾ ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്ന
നിങ്ങൾ ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്ന ഇംഗ്ലീഷ് വേർഡ് ഏതാണ്? ഫമിന ബീരൻ മാഡം എഴുതിയിരിക്കുന്നു ഹേർട്ട് റെഞ്ചിങ്. വെരി ഗുഡ്. ഹേർട്ട് റെഞ്ചിങ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ്. ഇനി നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് എന്ത് തോന്നി ഈ പിക്ചർ കണ്ടപ്പോൾ? നമുക്കറിയാം അതിന്റെ ഒരു ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഒരു പെൺകുട്ടിയെ, അഥവാ നമ്മുടെ മക്കളെ പോലുള്ള ചെറിയ ഒരു കുട്ടിയെ, അഥവാ ഒരു വ്യക്തി, അവർ റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് റെസ്ക്യൂ ചെയ്യുന്നതാണ് ഇതിന്റെ പിക്ചർ. നാം ഇതിനെ ഒരു പിക്ചറായിട്ട് ഒരു ന്യൂസ് പേപ്പറിൽ കാണുമ്പോൾ ആ ന്യൂസ് പേപ്പറിൽ ആ ജേർണലിസ്റ്റ് ഇതിനെ എന്തായിരിക്കും ഇതിന്റെ ഒരു ഹെഡ്ലൈൻ കൊടുക്കുക? രണ്ടാമത് എഴുതിയിരുന്നു പ്ലീസ് പ്രൊട്ടക്ട് ദം. യെസ്, പ്ലീസ് പ്രൊട്ടക്ട് ദം. അടുത്ത ആള് പ്ലീസ് കം ടു ദ ചാറ്റ് ബോക്സ്. നിങ്ങൾക്ക് വായെ തോന്നിയത് എഴുതൂ പ്ലീസ്. നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് ജോയിൻ ചെയ്യൂ പ്ലീസ്. ഇത് ഇവിടെ നമുക്ക് മാർക്കുള്ളതല്ല, നിങ്ങളുടെ ഒരു വോട്ടാണിത്. നിങ്ങൾ ചെയ്യുന്ന ഒരു വോട്ടാണ്. നിങ്ങളുടെ ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വോട്ട് പോലെയാണ്, നിങ്ങളുടെ അവകാശമാണ്. ഇവിടെ ശരിയോ തെറ്റോ ഇല്ല. പ്ലീസ് കം ടു ദ ചാറ്റ് ബോക്സ്. രണ്ടുപേര് റെസ്പോണ്ട് ചെയ്തു. രണ്ടുപേര്. വാട്ട് അബൌട്ട് അതേഴ്സ്? ഹേർട്ട് ബ്രേക്കിംഗ്, ഹേർട്ട് ടച്ചിങ്. ഓക്കെ, ഫൈൻ. ഐ ആം വിത്ത് യു മൈ ചൈൽഡ്. വെരി ഗുഡ്. പ്ലീസ് പ്രേ ഫോർ ദം. രേഖ പ്രമോദ് മേം, പ്ലീസ് പ്രേ ഫോർ ദം. വെരി ഗുഡ്. കാരണം ഞാൻ ഇനി അടുത്തത് നമുക്ക് കഴിയണം എന്നുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് പോകുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, നോക്കിയേ, ഇതിന് കറക്റ്റ് ആയിരിക്കുന്ന, അഥവാ ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ, ദ ഹിന്ദു പത്രം ഉപയോഗിച്ച അതേ വേർഡ്, ഇത് എന്റെ വേർഡ് അല്ല, ഹിന്ദു ന്യൂസ് പേപ്പർ ഉപയോഗിച്ച വേർഡ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഹിന്ദു ന്യൂസ് പേപ്പർ ഇതിനു വേണ്ടി ഉപയോഗിച്ച വേർഡ്, അഥവാ POIGNANT, അതിന്റെ പ്രൊനൗൺസിയേഷൻ പോയിഗ്നന്റ് എന്നല്ല, പോയിന്റ് എന്നാണ്. പോയിന്റ്. ഡീപ്ലി ടച്ചിങ് ആൻഡ് ഇമോഷണലി മൂവിങ്. മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്ന, വേദനാജനകവും ഹൃദയഹാരിയുമായ എന്ന അർത്ഥത്തിൽ വരുന്ന ഒരു ഒറ്റ ഇംഗ്ലീഷ് വേർഡ് ഉണ്ട്, പോയിനന്റ്. അതിന്റെ പ്രൊനൗൺസിയേഷൻ ജിന്റെ പ്രൊനൗൺസിയേഷൻ ഇല്ല, പോയിന്റ് എന്ന പ്രൊനൗൺസിയേഷൻ. ഇതാണ് ഹിന്ദു ന്യൂസ് പേപ്പർ ഉപയോഗിച്ചത്. ഇനി അതിന് തുല്യമായി നിങ്ങൾ ഉപയോഗിച്ച തരത്തിലുള്ള കുറെ വാക്കുകളുണ്ട്. ഹേർട്ട് ബ്രേക്കിംഗ് ശരിയാണ്, നിങ്ങൾ ഉപയോഗിച്ച വാക്കുകൾ പലതും ശരിയാണ്. റിസെല്യൻസ്, കമ്പാഷൻ, കരുണ, ഹ്യൂമാനിറ്റി, സർവൈവൽ, സോളിഡാരിറ്റി, ഹീറോയിസം എന്നൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ വാക്കുകളൊക്കെ ഈ പിക്ചറിന് യോജിച്ചതായിരിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവുന്ന എന്താണ്? നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്തയെ, നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു തോട്ട്സിനെ, നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ആശയത്തെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? അതിന് തുല്യമായ ഇക്വാലന്റ് ആയിരിക്കുന്ന വാക്കുകൾ ഇംഗ്ലീഷിലാണെങ്കിൽ, ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകത്തുള്ളൂ എന്നുള്ള നിർവചനം ഇവിടെ പരിപൂർണമാവുകയാണ്. ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നു, ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വീണ്ടും അടുത്തയിലേക്ക് പോവുകയാണ്. എന്റെ ഒരു ചോദ്യം ഇതാണ്: ഹൗ മെനി വേർഡ്സ് ആർ ഇനഫ് ടു ബി ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്? നിങ്ങളുടെ ധാരണ എന്താണ്? ഒരു വ്യക്തിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ എത്ര വാക്കുകൾ വേണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? പ്ലീസ് കം ടു യുവർ ചാറ്റ് ബോക്സ് പ്ലീസ്. ഒരു വ്യക്തിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ മിനിമം എത്ര വേർഡ് വേണം എന്നാണ് നിങ്ങൾ കരുതുന്നത്? പ്ലീസ്, മിനിമം, മാക്സിമം അല്ല, മിനിമം. ഒരു വ്യക്തിക്ക് സാധാരണ പോലെ, നമ്മളെപ്പോലുള്ള ഒരു സാധാരണ വ്യക്തിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ മിനിമം എത്ര വാക്കുകൾ വേണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? പ്ലീസ് ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് വന്നേ പ്ലീസ്. 2000. ഓക്കെ സാർ, 2000. ഇനി അടുത്ത ആള്, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അടുത്ത ആളുകൾ, ബാക്കിയുള്ള ആളുകൾ 500, 500, 12. ഓക്കെ. വീണ്ടും നിങ്ങൾ ചാറ്റ് ബോക്സിലേക്ക് പോവാം. നിങ്ങളുടെ ആശയം ഒന്ന് ഞാൻ കേൾക്കട്ടെ, നിങ്ങളുടെ വൈബ്രന്റ് ആയിരിക്കുന്ന ആശയം. അഥവാ എനിക്കും നിങ്ങളിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് റിസർച്ച് അനുസരിച്ച്, നോം ചോംസ്കിയുടെ റിസർച്ച് അനുസരിച്ച് നിങ്ങൾക്ക് 250 മുതൽ 500 വാക്കുകൾ മാത്രം മിനിമം മതി, മാക്സിമം അല്ല. മിനിമം 250നും 500നും ഇടക്കുള്ള മിനിമം വാക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആയി. 250 to 500 വേർഡ്സ്. 250 to 500 വേർഡ്സ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ തലച്ചോറിൽ ഇപ്പോൾ കറന്റ്ലി എത്ര വാക്കുകൾ ഉണ്ടായിരിക്കും? ഒന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ തലച്ചോറിൽ, അഥവാ നിങ്ങളുടെ വൊക്കാബുലറിയിൽ, നിങ്ങളുടെ പദസമ്പത്തിൽ ഇപ്പോൾ, ഇംഗ്ലീഷ് വാക്കുകളുടെ പദസമ്പത്തിൽ
ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇംഗ്ലീഷ് വാക്കുകളുടെ പദസമ്പത്ത് നിങ്ങൾക്കുണ്ടല്ലോ. ആ പദസമ്പത്തിൽ നിങ്ങൾക്ക് എത്ര വാക്കുണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത്? പ്ലീസ് പ്ലീസ് കം ടു ദ ചാറ്റ് ബോക്സ് ഇൻ ടൈം. 1000, occasionally 100 and above, 1500. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുന്നു, മോർ ദാൻ 500 വേർഡ്സ് എന്നാണ് ലേറ്റസ്റ്റ് റിസർച്ച് പറയുന്നത്. നമ്മളുടെ ഒരു ശരാശരി ഇതിന് വിദ്യാഭ്യാസം ഒന്നും ആവശ്യമില്ല. വിദ്യാഭ്യാസമുള്ളവർക്ക് ഇതിൽ കൂടുതലുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർക്ക് ഉയർന്ന വൊക്കാബുലറി ഉണ്ടാകും എന്നാണ് കണക്കുകൾ പറയുന്നത്. അതുകൊണ്ട് ഒരു ആവറേജ് ആയിരിക്കുന്ന നമ്മൾക്കൊക്കെ മോർ ദാൻ 500 ഇംഗ്ലീഷ് വാക്കുകൾ നമ്മുടെ കൈവശമുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, ഇത്രയും ഇംഗ്ലീഷ് സംസാരിക്കുവാൻ 250 മുതൽ 500 വാക്കുകൾ വരെ മതി എന്നിരിക്കെ, നമ്മുടെ തലച്ചോറിൽ 500 വാക്കുകൾ കൂടുതൽ ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് എന്നിട്ടും ഇത് സാധ്യമാകാത്തത്? ആർക്ക് പറയാം? Why it is not possible? Why communication is still a challenge? എന്തായിരിക്കും? Please come to chat box. I want to listen to your correct answer. Please come to chat box. ഇതിന് ഉത്തരം എനിക്കറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. My friends, what could be the reason? അതായത് മിനിമം 500 വേണ്ടിയിരിക്കെ മോർ ദാൻ 500 വേർഡ്സ് നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടായിരിക്കെ എന്നിട്ടും ഫ്ലുവൻസി ഈസ് സ്റ്റിൽ എ ഡിസ്റ്റന്റ് ഡ്രീം. ഇറ്റ്സ് എ പൈപ്പ് ഡ്രീം. ഇപ്പോഴും ഫ്ലുവൻസി ഒരു പൈപ്പ് ഡ്രീമാണ്. വൈ? നിങ്ങൾ ആൻസർ എഴുതിയിരിക്കുന്നു ലാക്ക് ഓഫ് പ്രാക്ടീസ്, ഫിയർ എഴുതിയിരിക്കുന്നു, കറക്റ്റ്. ഫിയർ എഴുതിയിരിക്കുന്നു, തോട്ട്സ്, ഫിയർ, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ലോ പ്രാക്ടീസ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, നോട്ട് തിങ്കിങ് ഇൻ ഇംഗ്ലീഷ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, നോട്ട് റെഡി ടു പ്രാക്ടീസ്. വെരി ഗുഡ് ആൻസേഴ്സ്. അഥവാ നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആണ്. നമ്മൾ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അതായത് നമുക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ പറയാം. ഏകദേശം നമ്മൾ ഇത് പറഞ്ഞപ്പോഴേക്കും ഇപ്പോഴത്തെ ഏകദേശം അഥവാ 9:24 ആയിരിക്കുന്നു നമ്മുടെ ഇത്. ഞാൻ എങ്കിലും നിങ്ങൾക്ക് ഈ അബദ്ധം എങ്ങനെ തിരുത്താം എന്നുള്ളതിന് ഒരു ഡ്രില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ മോസ്റ്റ് വാല്യുബിൾ ടൈം എന്നൊപ്പം ചിലവഴിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഒരു ഡ്രില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എങ്ങനെ ഇത് സാധ്യമാകാം, വേർഡ്സ് എങ്ങനെ സാധ്യമാകും എന്നുള്ളതിന്റെ വേർഡ് പവർ എത്ര പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ കഴിയും. എന്റെ അരികിൽ വരുന്ന സ്റ്റുഡൻസിനെ വളരെ പെട്ടെന്ന് തന്നെ ഈ വൊക്കാബുലറി ബിൽഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്റെ അരികിൽ വരുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇത് 10 ദിവസം കൊണ്ട് ഇത് സാധ്യമാക്കുന്ന അഥവാ 10ഓളം പ്രവൃത്തികളിൽ ഒരു പ്രധാനപ്പെട്ട ആക്ഷന്റെ ഒരു ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഒന്ന് സ്ക്രീനിലേക്ക് നോക്കൂ. കാരണം ഞാൻ വൊക്കാബുലറി പഠിപ്പിക്കുന്ന രീതി ഇങ്ങനെയാണ്. സ്ക്രീനിലേക്ക് നോക്കൂ. സ്ക്രീനിലേക്ക് ആരുടെ എല്ലാം പിക്ചർ ഉണ്ട്? യുവരാജ് സിംഗ് ഫസ്റ്റ് പിക്ചർ, മദർ തെരേസ, സച്ചിൻ ടെണ്ടുൽക്കർ, MS ധോണി, ക്രിക്കറ്റ് കളിക്കാരാണ്. MS ധോണി, സച്ചിൻ ധോണി, അഥവാ നമ്മുടെ യുവരാജ് സിംഗ് ക്രിക്കറ്റ് കളിക്കാർ. മദർ തെരേസ അറിയാം, നോബൽ പ്രൈസ് ഫോർ പീസ് വാങ്ങിച്ച മദർ തെരേസ. MA യൂസഫ് അലി, ലുലുവിന്റെ അഥവാ ഫൗണ്ടർ, നമുക്കറിയാം. MA യൂസഫ് അലി. ആർട്ടിസ്റ്റ് നമ്പൂതിരി, നമുക്കറിയാം. വെറുതെ ഒരു വര വരച്ചാൽ തന്നെ അത് മനോഹരമായ ഒരു പിക്ചറായിട്ട് മാറുന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരി, കേരളത്തിന്റെ ആർട്ടിസ്റ്റ് നമ്പൂതിരി. പിന്നെ ശ്രീനാരായണ ഗുരു, നമുക്കറിയാം, അഥവാ സാമൂഹിക മേഖലയിലെ പരിവർത്തനം കൊണ്ടുവന്ന വ്യക്തി. ഇനി നമുക്കറിയാം ബോളിവുഡിന്റെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ഷാറൂഖ് ഖാൻ. ഈ 8 പേര്, നിങ്ങൾക്ക് 8 പേരുടെ പേര് ഒരു മിനിറ്റിന് കൂടി ഞാൻ ഇത് കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ ഞാൻ ഇത് മറക്കും. നിങ്ങൾ ഇതിന്റെ ഓർഡറിൽ ഈ പിക്ചർ ഒന്ന് മെമ്മറൈസ് ചെയ്യുക. 1 മിനിറ്റ് സമയം തരാം. പ്ലീസ് മെമ്മറൈസ് ദ പിക്ചേഴ്സ്. ഒന്നുകൂടി ഞാൻ പറയാം, അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. യുവരാജ് സിംഗ്, അതായത് 6 ബോളിൽ 6 സിക്സർ അടിച്ച യുവരാജ് സിംഗ്. മദർ തെരേസ, സച്ചിൻ ടെണ്ടുൽക്കർ, നമ്പർ 3. MS ധോണി, നമ്പർ 4. ലുലു ഫൗണ്ടർ MA യൂസഫ് അലി, നമ്പർ 5. ആർട്ടിസ്റ്റ് നമ്പൂതിരി, നമ്പർ 6. ശ്രീനാരായണ ഗുരു, നമ്പർ 7. And ഷാറൂഖ് ഖാൻ, നമ്പർ 8. ഇനി ഞാൻ നിങ്ങൾക്ക്, അഥവാ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഈ ചിത്രങ്ങൾക്ക് ഞാൻ ഓരോ വാക്ക് കൊടുക്കുകയാണ്. ആ വാക്കുകൾ ഒന്ന് നിങ്ങൾ നോക്കിയേ. കോൺഫിഡന്റ്, യുവരാജ് സിംഗ്. ഇനി മുഖത്ത് നോക്കി നിങ്ങൾ അഥവാ എന്ത് ചെയ്യണം?
കോൺഫിഡന്റ് എന്ന് പറയണം, ആത്മവിശ്വാസമുള്ള. മദർ തെരേസ സിൻസിയർ, ആത്മാർത്ഥതയുള്ള. സച്ചിൻ ടെണ്ടുൽക്കർ 100-ൽ 100 സെഞ്ചുറി അടിച്ച ഹാർഡ് വർക്കിംഗ്. ഡൈനമിക് ആയിരിക്കുന്ന ധോണി, ഊർജ്ജസ്വലനായ ധോണി. സത്യസന്ധനായ MA യൂസഫ് അലി. ക്രിയേറ്റിവിറ്റിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരി. സോഷ്യൽ മേഖലയിൽ സാമൂഹ്യ പരിവർത്തനത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന സ്വാമി വിവേക്, നമ്മുടെ സാമൂഹിക പരിവർത്തനത്തിന്റെ അഥവാ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ്? അദ്ദേഹത്തിന്റെ പേരെന്താണ്? ആർക്ക് പറയണം? ശ്രീനാരായണ ഗുരു. ഇനി ബോളിവുഡിന്റെ ചക്രവർത്തി ആരാണ്? ഷാരൂഖ് ഖാൻ. ഈ 8 പേര്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഇനി വീണ്ടും നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കി. സ്ക്രീനിലേക്ക് നോക്കി. ഇനി എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. നിങ്ങളുടെ അഥവാ മൈക്ക് എല്ലാം ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തേ. നിങ്ങൾ ഇനി അഥവാ ഞാൻ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇനി മൈക്ക് ഓൺ ആകാം. നിങ്ങൾ എല്ലാവരും മൈക്ക് ഓൺ ആക്കിയതിനു ശേഷം നിങ്ങൾ വെറുതെ ഒന്ന് ഞാൻ ചോദിക്കുമ്പോൾ ആ വാക്കുകൾ ഒന്ന് വിളിച്ചു പറഞ്ഞേ. ആദ്യത്തെ വാക്ക് മദർ തെരേസ. ഏതാണ് മദർ തെരേസ കൊടുത്ത വേർഡ്? ഏതാണ്? വെരി ഗുഡ്. വാക്കുകൾ ഒഴുകുന്നുണ്ടോ? സിൻസിയർ. ഇനി സച്ചിന് കൊടുത്ത വേർഡ് ഏതാണ്? ഹാർഡ് വർക്കിംഗ്. വെരി ഗുഡ്, ഹാർഡ് വർക്കിംഗ്. ഇനി നമ്മുടെ ശ്രീനാരായണ ഗുരുവിന് കൊടുത്ത വേർഡ് ഏതായിരുന്നു? സോഷ്യബിൾ. വെരി ഗുഡ്. ഇനി നമ്മുടെ ഷാരൂഖ് ഖാന് കൊടുത്ത വാക്ക് ഏതായിരുന്നു? ഔട്ട്സ്റ്റാൻഡിംഗ്. ഞാൻ ചോദിക്കുന്നു, ഞാൻ നിങ്ങളോട് മുഴുവൻ വേർഡ് ചോദിച്ചാലും നിങ്ങൾ പറയും. ഇനി യുവരാജ് സിംഗിന് കൊടുത്ത വേർഡ് ഏതാണ്? ഇനി നമ്മുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരിക്ക് കൊടുത്ത വേർഡ് ഏതായിരുന്നു? ക്രിയേറ്റീവ്. നമ്മുടെ MS ധോണിക്ക് കൊടുത്ത വേർഡ് ഏതായിരുന്നു? ഡൈനാമിക്. എന്റെ ചോദ്യം ഇതാണ്. നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇതിന് ഉത്തരം പറയണം കേട്ടോ. എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. അതായത് ഈ രൂപത്തിൽ നിങ്ങൾക്ക് വേർഡ് പവർ പഠിച്ചാൽ ഈ ഫ്ലുവൻസി സാധ്യമാകുമോ ഇല്ലയോ? യെസ് ഓർ നോ? പ്ലീസ് കം ടു ദ ചാറ്റ് ബോക്സ്. നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇനി മുന്നോട്ട് പോകുള്ളൂ. വെരി ഗുഡ്. ഇതാണ് നമ്മൾ പറഞ്ഞ അഥവാ മൈൻഡ് പവർ, NLP, മൈൻഡ് പവർ, ബ്രെയിൻ പവർ, ബ്രെയിൻ റീപ്രോഗ്രാമിംഗ് എന്നൊക്കെ പറഞ്ഞ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാക്കുകൾ പഠിക്കുന്ന രീതിയാണ് ഇത്. 7 ടെക്നിക്സ് ഉണ്ട്. വേർഡ് പവർ ഞാൻ പഠിപ്പിക്കുന്ന 7 ടെക്നിക്സിൽ ഏറ്റവും ഫലപ്രദമായ ഒരു ടെക്നിക്സ് ആണ് ഇത്. നിങ്ങൾ ആ വിശ്വാസം പോസിറ്റീവായി രേഖപ്പെടുത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഇതിന്റെ മറ്റുള്ളതിലേക്ക് പോകുന്നില്ല. നമുക്ക് ഒരുപാട് സമയമെടുക്കുന്നത് കൊണ്ട് ഞാൻ അടുത്തയിലേക്ക് പോകുന്നില്ല. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന രണ്ടാമത് ഒരു ചോദ്യം നേരത്തെ ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരമാണിത് ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്നത്. നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു ഞാൻ. അതായത് ചോദ്യം ഇതായിരുന്നു. അതായത് 500 വാക്കുകൾ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ 250 മുതൽ 500 വേർഡ്സ് മതി എന്ന് ഞാൻ പറഞ്ഞു. യെസ് ഓർ നോ? എന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞു നിങ്ങളോട്. എന്താണ് ആ പറഞ്ഞ കാര്യം? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓൾറെഡി നമ്മുടെ തലച്ചോറിൽ എത്ര വാക്കുകൾ ഉണ്ട്? ഓൾറെഡി more than 500 വേർഡ്സ് ഓൾറെഡി ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവൻസി സാധ്യമാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു. അതിനുള്ള ഉത്തരമാണ് ഈ സ്ക്രീൻ. എന്താണ്? ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ. എന്താ ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ? ആ വേർഡ് കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. അടിയിൽ ഞാൻ മലയാളത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വ്യക്തിപരമായ തിരിച്ചറിവിലെ മാറ്റം. വ്യക്തിപരമായി നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസം പരാജയപ്പെട്ടു. സ്വയം കാണുന്ന രീതിയിലുള്ള അടിസ്ഥാന മാറ്റം. അതായത് നമ്മളിൽ ഉള്ളതെല്ലാം നെഗറ്റീവാണ്. എല്ലാം എനിക്കതിന് കഴിയൂല. നമ്മുടെ കുട്ടിക്കാലത്ത് ഓടിച്ചാടി ആത്മവിശ്വാസവും ഇമോഷണൽ കൺട്രോളും പ്രൊഡക്ടിവിറ്റിയും പോസിറ്റീവ് ഹാബിറ്റ്സും എല്ലാം ഉണ്ടായിരുന്ന നമ്മള് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നമ്മളിൽ നിന്നും അഥവാ അന്യം നിന്ന് പോയി. ലിമിറ്റിംഗ് ബിലീഫ്, എനിക്ക് കഴിയില്ല എന്നൊരു വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നു. ഇതിന് കാരണം ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷനാണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് റിസർച്ച് ഉപയോഗിച്ചൊരു വേർഡാണ്. എന്താണ്? വ്യക്തിപരമായ തിരിച്ചറിവിൽ മാറ്റം.
വ്യക്തിപരമായി തിരിച്ചറിവിലുള്ള നമ്മുടെ പരാജയമാണ്. നമ്മുടെ വ്യക്തിപരമായി നമ്മളെ തിരിച്ചറിയുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ പരാജയപ്പെടുത്തി. ഒരു ഉദാഹരണത്തിലൂടെ ഒന്നുകൂടി വ്യക്തമാക്കാം. ഇംഗ്ലീഷ് പഠിക്കുന്നത് വാക്കുകൾ പഠിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് ഒരു തിരിച്ചറിയൽ മാത്രമാണ്. അഥവാ ഒരു പഠിതാവിൽ നിന്ന് ഒരു പ്രാവീണ്യമുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്ന വ്യക്തിയായി സ്വയം കാണാനുള്ള മാറ്റം നിങ്ങളിൽ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന് മുന്നോട്ട് വരുന്ന സമയത്ത് എനിക്കത് സാധ്യമാകുമെന്ന ഒരു പോസിറ്റീവ് ചിന്താഗതി ഉണ്ടെങ്കിൽ നിങ്ങളിൽ പോസിറ്റീവായിരിക്കുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും. ഇതല്ല, നമ്മുടെ കുട്ടികളോട് ചോദിക്കും. നമ്മൾ സ്കൂളിലും കോളേജിലും പ്രൊഫഷണൽ കോളേജുകളിലും പോയി ഞങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉയർന്ന മാർക്കിൽ, അതായത് എൻട്രൻസ് എക്സാമിനേഷനിൽ എഞ്ചിനീയറിംഗിലേക്ക് ഉയർന്ന മാർക്ക് സ്കോർ ചെയ്ത് വരുന്ന നമ്മുടെ മക്കളോട് ചോദിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ഇല്ല സർ, ആ കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾ ഫ്ലുവന്റ് അല്ല സർ. പക്ഷെ അവർക്ക് 1000 2000 ഒക്കെ വാക്കുകൾ അറിയാം. അവര് മനോഹരമായി, അവർക്കെല്ലാം ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷ് പറയുമ്പോൾ തെറ്റും എന്ന ഫിയർ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഫിയർ, ആത്മവിശ്വാസമില്ലായ്മ, റോങ് ഹാബിറ്റ്സ് അഥവാ മോശം ചിന്ത അഥവാ സ്വഭാവശീലങ്ങൾ എല്ലാം കൂടി അവരെ കമ്മ്യൂണിക്കേഷൻ ഒരു തടസ്സമായി നിർത്തി. കമ്മ്യൂണിക്കേഷൻ ഒരു ബോട്ടിൽ നെക്കായി മാറിയിരിക്കുന്നു എന്നർത്ഥം. അതായത് ചേഞ്ച് ഈസ് എ ചലഞ്ച്. അവരെ മാറ്റത്തിന് വിധേയമാക്കിയില്ല. മാറ്റം ഒരു വെല്ലുവിളിയായി ഇപ്പോഴും അവരിൽ പിന്തുടരുന്നു. രണ്ടാമത്തെ സംഭവം എന്താണ്? അവരുടെ പുതിയ മൈൻഡ് സെറ്റ് അല്ല അവർക്കുള്ളത്. ഓൾഡ് മൈൻഡ് സെറ്റ്, ഓൾഡ് റിസൾട്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരോട് ഞാൻ ആവശ്യപ്പെടുന്നു, നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുവാനോ അല്ലെങ്കിൽ പുതിയൊരു ഭാഷ പഠിക്കുവാനോ അല്ലെങ്കിൽ പുതിയ ഒരു കാര്യങ്ങൾ പഠിക്കുവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം വരുത്തേണ്ടത് നിങ്ങളുടെ മനസ്സിലാണ് മാറ്റം വരുത്തേണ്ടത്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റണം. മൈൻഡ് സെറ്റ് മാറ്റിയാലേ നിങ്ങൾക്ക് ഈ പുതിയ റിസൾട്ട് ഉണ്ടാകുകയുള്ളൂ എന്നാണ് എനിക്ക് ഈ രണ്ടാമത്തെ ലെവൽ 2-ൽ നിങ്ങളോട് ഈ വൈകിയ വേളയിൽ നിങ്ങളോട് സംസാരിക്കാനുള്ളൂ. ഇനി ഇതിന്റെ ലെവൽ 2 നമ്മൾ പൂർണ്ണമാക്കിയിട്ടില്ല. കണ്ട, ഞാൻ പറഞ്ഞില്ലേ? അഥവാ ലെവൽ 2-ൽ ഈ സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് മെന്റൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ? തടസ്സം. ഈ തടസ്സം നമുക്ക് എങ്ങനെ മാറ്റാം? നമ്മുടെ പഴഞ്ചൻ ചിന്താഗതികളെ എഡിറ്റ് ചെയ്ത് മാറ്റാം. ഞങ്ങൾ അങ്ങനെയാണ് കുട്ടികളെ മാറ്റുന്നത്. കാരണം എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന കുട്ടിയെ എനിക്ക് കഴിയുമെന്ന രൂപത്തിലാക്കി എഡിറ്റ് ചെയ്ത് കൊടുക്കും. ഇനി അവരെ കൊണ്ട് ബോധമുണ്ടാക്കും. അവയർനെസ് വരുമ്പോഴാണ് അവർ അതിൽ മാസ്റ്റർ വരുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ വിശ്വാസത്തിൽ ആത്മവിശ്വാസം ഒട്ടുമില്ല. അവരുടെ വിശ്വാസം ആത്മവിശ്വാസമില്ലാത്തതുപോലെയാണ്. ഞാൻ അതിനൊരു ഉദാഹരണം ഇപ്പൊ പറയാം കേട്ടോ. ഇനി ചെറിയ ചെറിയ ആക്ഷൻസിലൂടെ മാത്രമേ നമ്മൾ ഒരു വലിയ റിസൾട്ട് ഉണ്ടാക്കുള്ളൂ. നമ്മുടെ ആളുകൾക്ക് ഒരു വലിയ പ്രത്യേകത, നാളെ തന്നെ നമുക്ക് ഈ ലോകം അങ്ങോട്ട് കീഴടക്കണം അങ്ങനെ വിചാരിച്ചാൽ നടക്കത്തില്ല. ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കുക. എന്നിട്ട് അത് പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എടുത്തെടുത്തെടുത്ത് മാത്രമേ വലിയ ട്രാൻസ്ഫോർമേഷൻ അഥവാ വലിയൊരു മാറ്റത്തിലേക്ക് നമ്മളെ നയിക്കുകയുള്ളൂ. ഞാൻ നിങ്ങളോട് അഥവാ ബിലീഫ് സിസ്റ്റത്തെ കുറിച്ച് ഒരു ചോദ്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കുക. ബിലീഫ് സിസ്റ്റത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ചോദ്യം. ഇതാണ്, നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞാൽ നമ്മുടെ സെഷൻ ഇപ്പൊ അവസാനിപ്പിക്കും. ചോദ്യം ഇതാണ്: ഒരു മൃഗത്തെ ഒരു കുളത്തിലേക്ക്, വലിയ ആഴമുള്ള ഒരു കുളത്തിലേക്ക് നമ്മൾ എറിഞ്ഞു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടു എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? ഒരു മൃഗത്തെ വലിയ ആഴമുള്ള ഒരു കുളത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഇട്ടു എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? ആർക്ക് പറയാം? രക്ഷപ്പെടാൻ ശ്രമിക്കും. വെരി ഗുഡ് ആൻസർ സർ, വെരി ഗുഡ് ആൻസർ. മാഡമാണ്, ആരോ പറഞ്ഞെന്ന് കേട്ടില്ല. വെരി ഗുഡ് ആൻസർ, കൺഗ്രാറ്റുലേഷൻ. ഇനി അതേസമയം ഞാൻ ആ വ്യക്തിയോട് എന്നെ ചോദിക്കുന്നു, നിങ്ങളോട് എന്നെ വീണ്ടും ചോദിക്കുന്നു, പകരം ഒരു മനുഷ്യനെയാണ് അതേ കുളത്തിലേക്ക് കൊണ്ടുവന്നിട്ടാൽ എന്ത് സംഭവിക്കും? അവിടെ കിടന്ന് കരയും. നീന്താൻ അറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ കിടന്ന് മരിക്കും. കാരണം എന്താണ് അവരുടെ വിശ്വാസം? എന്താണ്? ഞാൻ ചോദിക്കുന്നു, ഒരു ബുദ്ധിയുമില്ലാത്ത ഒരു മൃഗം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു, പക്ഷേ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഒന്നുകിൽ അവിടെ കിടന്ന് വിഷമിക്കുന്നു അല്ലെങ്കിൽ മരണത്തിന് വിധേയമാകുന്നു. എന്താണ് അതിന്റെ സിസ്റ്റം? എന്താണ് അതിൽ പ്രവർത്തിച്ചത്? ആർക്ക് പറയാം? അതിന്റെ പിന്നിലെ മനഃശാസ്ത്രം എന്താണ്? ആർക്ക് പറയാം?
നമ്മളെ തെറ്റായ ധാരണ. യെസ്, വെരി ഗുഡ് ആൻസർ. നമ്മുടെ ബിലീഫ് സിസ്റ്റം, നമ്മുടെ പഠിപ്പിച്ച ബിലീഫ് സിസ്റ്റം, വിശ്വാസം നമ്മളോട് പറയുന്നു നെഗറ്റീവ്. ഐ കാൺട്ട്, എനിക്ക് കഴിയില്ല, എനിക്ക് നീന്തി രക്ഷപ്പെടാൻ കഴിയില്ല. ഐ കാൺട്ട് ജസ്റ്റ് എസ്കേപ്പ് ഫ്രം ദിസ് ഡെവിൾ. എനിക്ക് ഈ അവസ്ഥയിൽ നിന്ന്, ദിസ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഡെവിൾ, എനിക്ക് മോസ്റ്റ് ഡേഞ്ചറസ് ബോട്ടിൽ നെക്ക്, ഈ മോസ്റ്റ് ഡേഞ്ചറസ് ആയിരിക്കുന്ന ഈ ബോട്ടിൽ നെക്കിൽ നിന്നും എനിക്ക് ഓവർകം ചെയ്യാൻ കഴിയില്ല എന്നാണ് ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷേ ഒരു മൃഗം രക്ഷപ്പെടുന്നു. കാരണം നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത്, ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് ആൻഡ് ചേഞ്ച് യുവർ ബിലീഫ് സിസ്റ്റം ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ വിശ്വാസത്തെ മാറ്റിയാൽ, നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ മാറ്റിയാൽ നിങ്ങൾക്ക് ഫ്ലുവൻസി അല്ല, എന്തും സാധ്യമാകും എന്നുള്ള ഒരു നോട്ടോട് കൂടി, വിത്ത് ദിസ് നോട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, വിത്ത് ദിസ് നോട്ട് ഐ എം കൺക്ലൂഡിംഗ് ദിസ് പ്രസന്റേഷൻ. അതായത് ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് ആൻഡ് ചേഞ്ച് യുവർ വേൾഡ്, ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് ആൻഡ് ചേഞ്ച് യുവർ ഫ്ലുവൻസി, ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്, ട്രാൻസ്ഫോം യുവർ ഫ്ലുവൻസി. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റൂ, നിങ്ങൾ ഫ്ലുവൻ്റ് ആകൂ. നിങ്ങൾ മൈൻഡ് സെറ്റ് മാത്രം മാറ്റിയാൽ മതി, നിങ്ങൾ ഫ്ലുവൻ്റ് ആയി. ഈ മൈൻഡ് സെറ്റിലുള്ള പ്രശ്നമാണ് മലയാളികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് ഒരു ഫ്രീ വെബിനാർ കൂടി ഈ ആഴ്ചയിൽ തന്നെ ഉണ്ട്. ആ ഫ്രീ വെബിനാറിലേക്ക് കൂടി ഈ എന്നെ കേൾക്കുന്നവരെ ഒരിക്കൽ കൂടി ഈ ഫ്രീ വെബിനാറിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ രണ്ടാമത്തെ ലെവലായ ഈ ലെവൽ, ഇതിന്റെ കുറിച്ചുള്ള മനഃശാസ്ത്രപരമായ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുണ്ട്. മനഃശാസ്ത്രപരമായ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നിങ്ങളെ ആത്മവിശ്വാസമുള്ളവരാക്കി ഈ ഫ്ലുവൻസി എങ്ങനെ സാധ്യമാക്കാൻ കഴിയുമെന്ന നമ്മുടെ കഴിഞ്ഞ കാലത്തെ നമ്മുടെ പ്രൂവൺ ടെക്നിക്സ് ആണ്. നമ്മളിത് വെറുതെ പറയുന്നില്ല. ഇറ്റ്സ് ഓൾറെഡി എ പ്രൂവൺ ടെക്നിക്സ് ദാറ്റ് വിച്ച് ഹസ് ഓൾറെഡി ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. ഇത് എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തൊരു ടെക്നിക്സ് ആണ് മൈ ഡിയർ ഫ്രണ്ട്സ്. നിങ്ങളുമായി ചർച്ച ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒന്നിച്ചില്ലാൻ മണിക്കൂർ എന്നോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വാല്യുബിൾ ആയ 1 മണിക്കൂർ എന്നോടൊപ്പം ചെലവഴിച്ച നിങ്ങൾക്ക് ഞാൻ എന്റെ ഹേർട്ട് ഫെൽറ്റ് താങ്ക്സ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക്, ഈ സെഷനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി മൈക്കിലൂടെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലൂടെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അറിയിക്കാം. ഞാൻ ആ ഫീഡ്ബാക്സ് വായിച്ച് സന്തുഷ്ടരായിരിക്കും. പ്ലീസ് 1 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് അവസാനിപ്പിക്കാം. പ്ലീസ്. Thank you, sir. Very interesting class. Thank you, ma'am. Thank you, ma'am. Thank you very much. Thank you, sir. Thank you very much. And very informative session. Thank you. Amazing and powerful presentation. Thank you. Lack of courage and yes. Amazing. Thank you so much. Excellent and awesome, useful and powerful. Thank you very much, my dear friends. Okay. And I'm very much obliged to you. I have great gratitude to extend my great gratitude towards you. നിങ്ങളുടെ ഏറ്റവും മനോഹരമായ ഫീഡ്ബാക്കിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീണ്ടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒരു ഫ്രീ വെബിനാറിലേക്ക്, അടുത്ത ഫ്രീ വെബിനാറിലേക്ക് കൂടി നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. Once again, thank you very much, my dear friends, and good night.